നമ്മൾ എന്താ ഇന്ന് SSC CPO 4-ാം തീയതി നടന്ന ഷിഫ്റ്റ് 1 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാത്സിലെ എല്ലാ പ്രോബ്ലം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ബേസുള്ള ഒരു പിരമിഡിൻ്റെ കഥയാണ് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ എത്ര 1536 മീറ്റർ സ്ക്വയറാണ്. ഇനി ഇതിൻ്റെ 37.5% എന്താ ഈ ബേസ് ഏരിയ ആണ് പറഞ്ഞേക്കുന്നത്. ഇനി പിരമിഡിൻ്റെ ഏരിയ എടുത്തേക്കുന്നത് അത് കോണുമായിട്ട് ഭയങ്കര സിമിലറാണ്. 1/3 ഇൻറ്റു ഏരിയ ഓഫ് ദ ബേസ് പ്ലസ് ഹൈറ്റ് ചെയ്താൽ മതി. നമുക്കിവിടെ ഏരിയ ഓഫ് ദ ബേസ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ ടോട്ടൽ സർഫസ് ഏരിയയുടെ 37.5% എന്ന് പറയുന്ന ബേസ് ഏരിയ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 37.5% എങ്ങനെ എഴുതാൻ പറ്റുന്നത് 3/8 എന്ന് എഴുതാൻ പറ്റും. ഇത് പെർസെൻറ്റേജ് ടേബിൾ പഠിച്ചവർക്കറിയാം. അപ്പം 1536 ഇൻറ്റു 3/8 ചെയ്താൽ നമുക്ക് എന്താ ബേസ് ഏരിയ കിട്ടും. 1336 1536. അപ്പം 1536 ഇൻറ്റു 3/8 ചെയ്യുമ്പം ഇതുവരും വെട്ടിപ്പോയി. എന്താ പറയുക 5 8 1 8 തന്നെ വരുള്ളൂ. അപ്പം 1 വന്നു 8 വന്നു റിമൈൻഡർ 7 വരും 73 എത്തിക്കണം. 9 ചെയ്യുമ്പോൾ എത്ര 72 വരും. 9 1 റിമൈൻഡർ ഈ 16 ആവും. അപ്പം 8 2 192 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബേസ് ഏരിയ കിട്ടും. ബേസ് ഏരിയ കിട്ടി. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടില്ല, അത് കുറച്ച് ചുറ്റിക്കറങ്ങി വേണം ചെയ്യാൻ. അതിന് വേണ്ടി നമ്മൾ എന്താ ലാറ്ററൽ സർഫസ് ഏരിയ കാണണം. ലാറ്ററൽ സർഫസ് ഏരിയ കാണണം. അതിൻ്റെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദ ബേസ് പ്ലസ് സ്ലാൻ ഹൈറ്റ് ആണ്. സ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെരിഞ്ഞ ഹൈറ്റ്, ഈ ഹൈറ്റ്. അപ്പം അതിന് എല്ലെന്ന് കൊടുക്കുക. നമുക്ക് ഈ 1536 3/8 ബേസ് ഏരിയ, ബാക്കി എത്രയാണ് 5/8 ആണ് എന്ത് ഈ ലാറ്ററൽ സർഫസ് ഏരിയ വരുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 1536 ഇൻറ്റു 5/8 ആണ്. അത് നമുക്കറിയാം. നമുക്കിതിനകത്ത് സ്ലാൻ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പെരിമീറ്റർ ഓഫ് ബേസ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് സ്ക്വയർ ആണെന്നറിയാം, എല്ലാ സൈഡും ഈക്വലാണ്. ആ സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 192 ഇൻറ്റു 3 എന്ന്. ഞാൻ ഈ 192 എങ്ങനെ എഴുതാൻ പറ്റുന്നത്? അതായത് 64 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റും. ഇതെന്താണ്? ഇത് എ സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. 64 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറയും. അപ്പോൾ എയുടെ വാല്യൂ എന്താ വരുന്നത്? 8ൻ്റെ റൂട്ട് 64ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 8 വരും. ഈ 3ന്ന് ഒരു 3 എടുത്താൽ മതി. 8 3 24 ആണ് ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. ഇവിടെ പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്യണ്ടേ 24 ഇൻറ്റു 4 ചെയ്താൽ മതി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര 1336 ഇൻറ്റു 5/8 ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു 24 ഇൻറ്റു 4 പ്ലസ് എല്ല് വരും. ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആകുമ്പം എന്താ സംഭവിക്കുക? അത് ഇൻറ്റു 2 ആവും. അപ്പം എന്താ ഇവിടെ ഇൻറ്റു 2 ഈക്വൽ ആവും. ഇവിടെ 2 8 കൂടെ വെട്ടിപ്പോയിട്ട് 4 ആവും. ഇവിടെ 4 13 36 കൂടെ കട്ട് ചെയ്ത് കളയുമ്പോൾ എത്രയാണ് 4 3 12 വരും. റിമൈൻഡർ 1 13 വരും. പിന്നെ എന്താണ് 4 3 12 വരും. റിമൈൻഡർ 1 വരും. 4 4 16 വരും. ഇപ്പോൾ 334 ഇൻറ്റു 5 ചെയ്താൽ മതി. അപ്പോൾ അത് ഫുള്ള് മാറ്റി കളഞ്ഞിട്ട് അങ്ങനെ എഴുതാം. 334 ഇൻറ്റു 5 വരും. ഇത് 1336 1536 രണ്ടാമത്തെ തവണയാണ് ഇത് തെറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് എഴുതാം. അതായിരിക്കും നല്ലത്. വെട്ടിക്കഴിഞ്ഞാണ് ഞാൻ അത് കണ്ടത്. ഇവിടെ 1536 1536 ഇൻറ്റു 5/8 ഇസിക്കൽ ടു 1/2 ഇൻറ്റു 24 ഇൻറ്റു 4 പ്ലസ് എൽ വരും.
ഇങ്ങനെ വെട്ടാം. എനിക്ക് 2 8 കൂടെ വെട്ടിയാൽ എത്രയാണ്? ഇവിടെ 4 വരും. 15 36 ഞാൻ വെട്ടുക. 4 കൊണ്ട് വെട്ടുമ്പോൾ 12 വരും. 3 റിമൈൻഡർ എത്രയാണ്? 33 വരും. 4 8s are 32 വരും. റിമൈൻഡർ പിന്നെ 1 വരും. 4 4s are 16. 384 വരും. ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ 384 × 5 എന്ന് എഴുതുക. 384 × 5 എന്ന് എഴുതുക. ഇനി എല്ലാം കണ്ടുപിടിക്കാൻ വേറൊരു തെറ്റും കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇവിടെ എന്താ ഇൻറ്റു ആണ് കേട്ടോ. ഇൻറ്റു ആണ്. ഫോർമുല എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ ബേസ് ഇൻറ്റു ലാറ്ററൽ സർഫസ് ഏരിയ. ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ബേസ് ഇൻറ്റു ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ഇവിടെ 384 4 കൂടെ വെട്ടിയാൽ 96 വരും. 96 24 കൂടെ വെട്ടിയാൽ എത്രയാണ്? 4 വരും. അപ്പം L എന്ന് പറഞ്ഞാൽ എത്ര? 20 കിട്ടി. 20 മീറ്റർ. ഇതിന് ശരിക്കുള്ള ഹൈറ്റ് കണ്ടുപിടിക്കും. ശരിക്കുള്ള ഹൈറ്റ് എത്രയാണ്? ശരിക്കുള്ള ഹൈറ്റ് ഇങ്ങനെയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ആ ഗോപുരം വരെയുള്ള ഹൈറ്റാണ് ശരിക്കുള്ള ഹൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഫോമായി. ഇതെന്താണ്? ഒരു പൈതഗോറസ് അല്ല, റൈറ്റ് ട്രയാങ്കിളാണ്. ഇതാണ് ഇതിൻ്റെ 90 ഡിഗ്രി വരുന്നത്. അപ്പം ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ സൈഡ് നമുക്കറിയാം. ഇതിൻ്റെ ഫുള്ള് സൈഡ് എന്ന് പറഞ്ഞാൽ 24. അപ്പം പകുതി എന്ന് പറഞ്ഞാൽ 12 വരും. അതുപോലെ സ്ലാൻ ഹൈറ്റ് നമുക്ക് 20 അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഹൈറ്റ്. ഈ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബേസിക്കായിട്ട് ഉള്ള ട്രിപ്ലറ്റാണ് 3 4 5 തന്നെയാണ് ഇതിൻ്റെ ട്രിപ്ലറ്റ് വരുന്നത്. ഇവിടെ 5 വരും, ഇവിടെ 4 വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 4s are 12, 5 4s are 20, 4 4s are 16. 3 4 5 എല്ലാം ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ വന്നേക്കുന്നത്. ഇനി എന്താ, ഇതെല്ലാം കൂടെ ഈ ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതോടുകൂടി ആൻസർ കിട്ടും. ഏരിയ ഓഫ് ദ ബേസ് ആയി, ഹൈറ്റ് ആയി. ഇനി 1/3 ഇൻറ്റു ഏരിയ ഓഫ് ദ ബേസ് എത്രയാണ്? 192 × 3 ഇൻറ്റു ഹൈറ്റ് വരും. ഹൈറ്റ് എത്രയാണ്? കണ്ടുപിടിച്ചാലോ 16. ഇത് ചെയ്താൽ മതി. ഇവിടെ ഇൻറ്റു കേട്ടോ. 3 വട്ടി ഇത് പോയി. ഒന്നും ചെയ്യേണ്ട, യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. 6 2s are 12 വരും. 2 അവസാനിക്കുന്ന നമ്പറാണ്. 2 അവസാനിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. അതാണ് ആൻസർ. നല്ല പാടുള്ള ക്വസ്റ്റ്യനായിരുന്നു. ഒത്തിരി സമയം പോകുന്ന ക്വസ്റ്റ്യനായിരുന്നു. നല്ല തുടക്കം. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് തന്നേക്കുന്നത് sin A പ്ലസ് sin സ്ക്വയർ A = 1 എന്നാണ് തന്നേക്കുന്നത്. ഇനി ഇവിടെ ഈ സൈനെ ഇവിടെ നിർത്തിയിട്ട് sin സ്ക്വയറിനെ അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ എന്താ, sin A = 1 - sin സ്ക്വയർ A എന്നാകും. ഇവിടെ ഇനി sin A എന്ന് പറയുന്നത് എന്താണ്? 1 - sin സ്ക്വയർ A എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ A ആവും. നമ്മളോട് ചോദിച്ചേക്കുന്ന ഈ സംഭവം കണ്ടുപിടിക്കണം. അതായത് cos raised to 4A പ്ലസ് cos raised to 6A കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ എന്താ, cos raised to 4A പുറത്തെടുക്കുക. അപ്പോൾ cos സ്ക്വയർ A പുറത്തെടുക്കുക. cos സ്ക്വയർ A പുറത്തെടുക്കുക. ബാക്കി അകത്തുണ്ടാവും എന്താവട്ടാവുന്നത്. ഇത് cos സ്ക്വയർ A അകത്തുണ്ടാവും. പ്ലസ് ഇത് cos raised to 6A ന്ന് cos സ്ക്വയർ A പുറത്തെടുത്താൽ ബാക്കി cos raised to 4A ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, cos സ്ക്വയർ Aക്ക് പകരം ഈ സൈനെ ഇട്ട് കൊടുക്കുക. അപ്പം സൈനെ ഇൻറ്റു cos സ്ക്വയർ Aക്ക് പകരം പിന്നെയും സൈനെ പ്ലസ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് cos raised to 4A ആണ്. cos raised to 4A കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ, cos സ്ക്വയർ Aയുടെ ഇതിൻ്റെ ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം cos raised to 4A വരും. അപ്പോൾ അവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെയും കൂടെ ആയിരുന്നു സ്ക്വയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ sin സ്ക്വയർ A വരും. ഇവിടെ cos raised to 4ൻ്റെ വാല്യൂ എത്രയാണ്? sin സ്ക്വയർ A എന്ന് വരും. ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന sin A പ്ലസ് sin സ്ക്വയർ Aയുടെ വാല്യൂ എന്താ? നമുക്ക് 1 ആണ്. ഇത് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, sin A തന്നെയാണ് ആൻസർ വരുന്നത്. ഈ ബ്രാക്കറ്റിനകത്തുള്ളതല്ല, അതുപോലെ 1 എന്ന് വരും. ഇത് ഫുള്ള് 1 ആവും. ഇതിൻ്റെ sin A എന്ന് പറയുന്നത് എത്രയാണ്? sin A ആണ് ആൻസർ. ഓപ്ഷൻ 2. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
ഇവിടെ എന്താ റേഡിയസ് തന്നിട്ടുണ്ട്, സർക്കംഫറൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ചുമ്മാ 2πr ഇട്ട് കൊടുത്താൽ മതി. 2 × 22/7 × 1.75 അല്ലെങ്കിൽ എന്താണ് ഈ 1.75 7/4 എന്ന് റീപ്ലേസ് ചെയ്തോളാം. 7/4 7 കട്ട് ചെയ്ത് പോയി. 1 2 11 ആൻസർ 11 വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, HCF M and N എന്ന് പറയുന്നത് A ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എന്താ ഇത് HCF ആണ്. അതുപോലെ N എന്ന് പറയുന്നത് AB ആണെന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താ LCM ഓഫ് M and N എന്നാണ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അറിയാവുന്ന ഫോർമുല ഉണ്ട്, അത് അപ്ലൈ ചെയ്ത് കൊടുത്തുള്ള LCM × HCF എന്ന് പറയുന്നത് M × N ആണെന്നറിയാം. ഇനി ഇവിടെ എനിക്ക് HCF എന്താണ്, HCF തന്നിട്ടുണ്ട് എത്രയാണ്, HCF ഓഫ് M and N എന്നുള്ള A ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ A ആയിട്ട് എടുത്തോളാം. ഫിസിക്കൽ ടു LCMന് LCM തന്നെ കിട്ടുള്ളൂ. ഈക്വൽ ടു എന്താണ് M × N വരും. ഇനി എനിക്ക് ഇവിടെ N എന്നുള്ള എന്താണ് AB ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ Nനെ എന്താണ് AB വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ Aയും കട്ട് ചെയ്ത് പോയി. അപ്പോൾ LCM എന്നുള്ള എന്ത് വരും, MB വരും. ഓപ്ഷൻ ഫസ്റ്റ് BM ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 3600 തന്നിട്ടുണ്ട്. എന്താ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ Y and Z ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ X and Y എന്ന് ചോദിച്ചു. അപ്പം Y and Z എടുക്കുമ്പം എത്രയാണ്, 30 20 എത്രയാണ് 55%. അതായത് 3600 55% വരും. അതെത്രയാണ് 36 × 55 ചെയ്യുമ്പോൾ എത്രയാണ് 3600 പകുതി എടുക്കുക ആദ്യം. അപ്പോൾ 1800 വരും. പിന്നെ ഒരു 36 × 5 ചെയ്യണം. എത്രയാണ് 180 + 180 കൂടെ വരും. കൂടെ കൂട്ടുമ്പോൾ എത്ര 1980 വരും. X and Y എടുക്കുമ്പോൾ എത്രയാണ് 45 30 4 3 7 75% വരും. 3600 75% എടുക്കുമ്പോൾ എത്രയാണ് 36 × 75 ചെയ്യാം. 6 5 30 6 36 6 7 42 42 10 52 52 5 57 57 3 60 വരും. 7 3 21 21 6 27 2700 വരും. ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1980 കൂടെ 20 കൂട്ടിയാൽ എത്രയാണ് 2000 വരും. 2000 പിന്നെ 700 കൂട്ടിയാൽ 2700 വരും. 720 ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ, റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. സ്ലാൻഡ് ഹൈറ്റും തന്നിട്ടുണ്ട് 13 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം ഓഫ് ദ കോൺ എത്ര 1/3πr² ആണ്. ഇവിടെ നമുക്ക് എന്താണ് H നേരിട്ട് തന്നിട്ടില്ല, പകരം സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പം സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. ഇത് എത്രയാണ് തന്നേക്കുന്നത്, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 13 തന്നിട്ടുണ്ട്. അതുപോലെ റേഡിയസ് എത്രയാണ്, ഇത് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം 5ൻ്റെ പകുതി എത്രയാണ്, ഈ ദൂരം എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 2.5 30 ട്രിപ്ലറ്റ് ഒന്നും വരുന്നില്ലല്ലോ, എന്ത് കുഴപ്പം കിട്ടില്ല. ഇഫ് ദ റേഡിയസ് ഓഫ് ദ ബേസ് റേഡിയസ് ആണ് 5 എന്ന് തന്നേക്കുന്നത്, സോറി ഡയമീറ്റർ അല്ല 5 എന്ന് തന്നേക്കുന്നത്. അപ്പം ഒരു സൈഡ് 5 എന്ന് തന്നെ എടുത്താൽ മതി. ഞാൻ പെട്ടെന്ന് റേഡിയസ് ആണ് വിചാരിച്ചു, ഡയമീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ഇത്രയാണ് 5 എന്ന് തന്നേക്കുന്നത്. ഡയമീറ്റർ വരുമ്പോൾ 10 എന്ന് വരും. അപ്പോൾ 5 12 13 ഫേമസ് ട്രിപ്ലറ്റാണ്. അപ്പോൾ ഇത് 12 വരും. എത്ര 12 എന്ന് കിട്ടി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ 1/3 × 22/7 × 6 എത്രയാണ് 5 × 5 × 12. 3 12 കൂടെ കട്ട് ചെയ്ത് പോയി 4 ആയി. 25 × 4 എന്ന് പറയുന്നത് എത്രയാണ് 100 ആവും. അപ്പം 400/7 ചെയ്താൽ മതി. 220 22/7 × 100 നമുക്ക് 22/7 വാല്യൂ നമുക്കറിയാം എന്താ 3.14 ആണ്. × 100 ചെയ്യുമ്പോൾ 314 വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ 7ാമത്തെ ക്വസ്റ്റ്യൻ, എ സം ഓഫ് മണി വാസ് ഇൻവെസ്റ്റഡ് അറ്റ്
10% interest per year, compounded half yearly for 18 months. The amount payable on the maturity was 64,827 രൂപ. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ സം ഇൻവെസ്റ്റഡ് എന്നാണ് ചോദിച്ചേക്കും. ഇവിടെ എന്താ 10% എന്നുള്ള എങ്ങനെ എഴുതാൻ പറ്റില്ല, 1/10 എന്ന് എഴുതാൻ പറ്റും. 10 എന്നുള്ളത് 11 ആവുക ചെയ്യുന്നത്. ഇത് 18 മന്ത്സിലേക്ക് വേണ്ടിയാണ്. അപ്പം ഇങ്ങനെ എടുത്താൽ എന്താണ്, ഇങ്ങനെ എടുത്താൽ തെറ്റാണ്. കാരണം എന്താ, 10% പെർ ആനം ആണ് തന്നേക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഹാഫ് ഇയർലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10% പകുതി എടുക്കണം. അത് എത്രയാണ്, 5%. അതായത് 5% 6 മാസം കൂടുമ്പോൾ അടയ്ക്കേണ്ടത്. ഈ 5% എന്താണ്, 3 തവണയാണ് കോമ്പൗണ്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ, ഈ 18 മാസത്തേക്ക്. ഇപ്പോൾ ഇവിടെ സക്സസീവ് അല്ല ചെയ്യുന്നത്. 5% എഴുതാം, 1/20 എഴുതാൻ പറ്റും. 20 എന്നുള്ളത് 21 ആവുക ചെയ്യുന്നത്. 3 തവണ കോമ്പൗണ്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ക്യൂബ് എടുത്ത് എഴുതിക്കോളുക. ഇപ്പോൾ 21 ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്, 441 × 21 ചെയ്യണം. അതെത്ര, 9261 വരും. ഈ 9261 വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്ര, 64,827 എന്നുള്ളത്. 20 ക്യൂബിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച ആൻസറായി. 20 ക്യൂബിൻ്റെ വാല്യൂ എത്ര, 8000 ആണ് 20 ക്യൂബിൻ്റെ വാല്യൂ. 9261 എന്താ ഇൻറ്റു 7 ചെയ്തപ്പോഴാണ് എനിക്ക് 64,827 കിട്ടിയത്. അതേസമയം ആ ഇൻറ്റു 7 തന്നെ ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ 7 ആണ്. അപ്പോൾ 8000 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്, 7856. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പറഞ്ഞിരിക്കുന്നത് സി ബി എ സർക്കിൾ വിത്ത് സെൻറ്റർ ഓ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സെൻറ്റർ ഓ വരും. ഇത് പറഞ്ഞിരിക്കുന്നത് പി ക്യു ബി എച്ച് ടാൻജൻറ്റ് ടു ദ സർക്കിൾ ആൻഡ് എ ബി ദ പോയിൻ്റ് ഓഫ് ടാൻജൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പി ക്യു ഒരു ടാൻജൻ്റാണ്, അത് എ വെച്ചാണ് ടാൻജൻ്റ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ സർക്കിളുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താ, ഇത് പി വരും, ഇത് ക്യൂ വരും. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലെറ്റ് ബി എ പോയിൻ്റ് ഓൺ പി ക്യൂ സച്ച് ദാറ്റ് ലെങ്ത് എ ബി = 12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബി ഒരു പോയിൻ്റ് ഉണ്ട്, അത് പി ക്യൂവിലാണ്. ഇനി എന്താ, എ ബി എന്ന് പറയുന്നത് 12 എന്നാണ് എന്നുള്ളത്. ഇനി ഇഫ് ദ ലൈൻ ജോയിനിങ് ഒ ആൻഡ് ബി ഇൻ്റർസെക്റ്റ് അറ്റ് ദ സർക്കിൾ ആർ എന്ന് പറഞ്ഞേക്കണം. ഇനി ഒയും ബിയും ജോയിൻ ചെയ്ത് കൊടുക്കണം. ഒയും ബിയും ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ എത്രയാണ്, ഇനി അത് സർക്കിളിൽ ആറിലാണ് മീറ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ആർ, ഇതാണ് ചോദിച്ചേക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇത് റേഡിയസ് ആണ്, അത് 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് 90 ഡിഗ്രിയാണ്. ടാൻജൻറ്റ് എപ്പോഴും 90 ഡിഗ്രി ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒ എ ബി എന്നുള്ളത് എന്താണ്, ട്രയാങ്കിൾ ഒ എ ബി എന്നുള്ളത് 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്താ, 5, 12, 13 എന്നുള്ളത് എന്താണ്, ട്രിപ്ലറ്റാണ്. അപ്പം ഈ ഒ എ എന്നുള്ളത് 5ഉം എ ബി എന്നുള്ളത് 12 ആണെങ്കിൽ ഈ ഒ ബി എന്നുള്ളത് എന്താണ്, ഒ ബി നമുക്ക് ഈസി ആയിട്ട് 13 കിട്ടി. ഈ ഒ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒ ബി എന്ന് പറഞ്ഞാൽ ഒ ആർ പ്ലസ് ആർ ബി ആണ്. ഒ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് റേഡിയസ് തന്നെയാണ്, അത് 5 സെൻറ്റിമീറ്റർ എന്നറിയാം. അപ്പം ആർ ബി കാണാൻ എന്തായി, 13 5 കുറച്ചാൽ മതി. 13 - 5 ചെയ്യുമ്പോൾ എത്ര, 8 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ 4. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്, സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ ഏറ്റവും അകത്തുനിന്ന് എടുത്ത് തുടങ്ങാം. ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കഴിയുമ്പോൾ എത്രയാണ്, 1 × 2 2 + 1 3/2 × 3 ആൻഡ് 3/2നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ചെയ്യുന്ന അതായത് മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കഴിയുമ്പോൾ എത്രയാണ്, 3 3 10/3 ÷ 4/3 വരും. ഇവിടെ 10/3/4/3 വരും. അപ്പം ഇത് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പോൾ എന്താ, ഇൻറ്റു 3/4 വരും. അപ്പോൾ എന്താ, ഇൻറ്റു 3/4 വരും. ഇപ്പോൾ 3 3 കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ എന്താ, ഇത് 3/2 × 10/4 വരും. 2 10 കൂടെ കട്ട് ചെയ്ത് പോയി, 5 വന്നു. 15/4 ആണ് ഈ ബ്രാക്കറ്റിനകത്ത് ഫുള്ള് വരുന്നത്. അതങ്ങനെ ഇത് ഫുള്ള് മാറ്റിയിട്ട് 15/4 കൊടുക്കാം.
15/4. ഇനി എന്താ ഇത് ഇൻറ്റു ഇത് ഈ അടുത്ത ബ്രാക്കറ്റിനകത്ത് വരുന്ന ഇതാണ്. അപ്പം ഈ 1 and 1/4 മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കുമ്പോൾ എത്രയാണ്? 5/4 എന്ന് വരും. 5/4 ഡിവൈഡ് ബൈ 1/2 വരും. അപ്പം 5/4 ഡിവൈഡ് ബൈ 1/2 വരുമ്പോൾ ഇതെന്താണ്? റെസിപ്രോക്കൽ തിരിച്ച് മൾട്ടിപ്ലൈ വരും. 5/4 ഇൻറ്റു 2/1 വരും. 5/4 ഇൻറ്റു 2 വരും. അപ്പം എത്ര? 2 വരും. 5/2 വരും. ഇനി 5/2 ഇൻറ്റു 15/4 ചെയ്യുമ്പോൾ എത്രയാണ്? 75/8 വരും. മൊത്തം പോയിട്ട് എന്താണ്? 75/8 വരും. 75/8 ഡിവൈഡ് ബൈ 3 and 3/4 ആണ്. ഇത് മാറ്റി കഴിയുമ്പോൾ എത്രയാണ്? 15 12 പ്ലസ് 3 15/4 വരും. ഇത് ഡിവൈഡ് ബൈ മാറ്റാൻ എന്താണ്? 8/75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഇൻറ്റു 8/75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 4ഉം 8ഉം കൂടെ കട്ട് ചെയ്ത് പോയി. ചെയ്യുമ്പോൾ എത്രയാണ്? 30/75 എന്ന് വരും. അപ്പോൾ ഇതിനെ ഞാൻ 2ഉം 5ഉം കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 6 വരും, ഇവിടെ 15ഉം വരും. ഇനി എന്താണ്? 1 and 2/5നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ടാക്കുമ്പോൾ എത്രയാണ്? 5 into 1 plus 2 വരും. 7/5 minus 16/15 വരും. LCM എടുക്കുമ്പോൾ എത്രയാണ്? 7 into 15 ചെയ്യുമ്പോൾ 105 minus 30/75 എന്ന് വരും. 105 മൈനസ് 30 ചെയ്യുമ്പോൾ എത്ര? 75 വരും. 75/75 എന്ന് പറയുന്നത് എത്ര? 1 ആണ് ആൻസർ. ഓപ്ഷൻ 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതായത് നമ്മളോട് പറഞ്ഞേക്കുന്നത് A+B എടുക്കുന്ന സമയത്തിനേക്കാളും എന്താണ് 25 ദിവസം കൂടുതലെടുക്കും എന്താ A തന്നെ ആ ജോലി ചെയ്യാൻ. ഇനി A+B ചെയ്യുന്ന ദിവസത്തേക്കാൾ 16 ദിവസം കൂടുതലെടുക്കും എന്താ B തന്നെ ആ ജോലി ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് വിൽ A and B വർക്കിംഗ് ടുഗദർ ടേക്ക് ടു ഡു ദ വർക്ക് എന്നാണ് ചോദിച്ചിരുന്നത്. അതായത് 16 ദിവസം. കുറവല്ല, കൂടുതലാട്ടോ. ഇവിടെ എക്സ് എന്ന് എടുത്തോളാം. A+B എക്സ് എന്ന് എടുത്തോളാം. അപ്പം A എത്ര ദിവസം കൊണ്ട് ചെയ്യും? X+25. ഇവിടെ എന്താണ്? X+16. ഇനി ഇത് ഒരു എളുപ്പവഴിയുണ്ട്. സിംഗിൾ സ്റ്റെപ്പ് സോൾവ് ചെയ്യാൻ എളുപ്പവഴിയുണ്ട്. √25 × 16 എടുത്ത് ആൻസർ കിട്ടും ശരിക്കും പറഞ്ഞാൽ. അതായത് ഈ പാറ്റേണിൽ ആണ് നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? √25 × 16 ചെയ്താൽ അപ്പോൾ √25 × 16 ചെയ്യുമ്പോൾ എത്രയാണ്? 5 × 4 എന്ന് വരും. 20 എന്ന് ആൻസർ കിട്ടും. ആൻസർ 20 ആണ്. ഇനി ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? A X+25 കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം കൊണ്ട് 1/X+25 ജോലി ചെയ്യും. ഇനി അതേസമയം B എങ്ങനെ? B X+16 കൊണ്ടാണ് X+16 ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എത്ര? X+16 ജോലി ചെയ്യും. ഇനി ഇവ രണ്ടുപേരും കമ്പൈൻഡായിട്ട് ജോലി ചെയ്യുമ്പോൾ എത്ര? 1/X+25 + 1/X+16 = എന്താണ്? A+B ചെയ്തെടുക്കാൻ X ദിവസം എടുക്കുന്നത്. അപ്പോൾ 1/X എന്ന് എടുത്തോളാം. ഇത് സോൾവ് ചെയ്തെടുക്കണം. എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഓർത്ത് നോക്കി. അതായത് X+16 + X+25/X+25 × X+16 = 1/X എന്ന് വരും. എന്തായാലും സോൾവ് ചെയ്ത ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ആവാൻ പോകുന്നത്. ഇനി ഇത് ഫുള്ള് സോൾവ് ചെയ്ത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. അതിനും എന്തുമാത്രം എളുപ്പമാണെന്ന് ഓർത്ത് നോക്കി. ഈ √25 × 16 ചെയ്യുന്നു. ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പം ആ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം സമയം വല്ലാണ്ട് ലാഭിക്കാം. എന്താ 11ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വാട്ട് പ്രപ്പോർഷൻ ഷുഡ് ഗ്രോസറീസ് മിക്സ്? വീറ്റ് 2 തരത്തിലുണ്ട്. എന്താണ്? ഇത് A 12 രൂപയും B 25 രൂപയുണ്ട്. ഇത് ആവറേജ് 20 രൂപ വെച്ച് മിക്സ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് റേഷ്യോ മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അലിഗേഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം
എ 12 രൂപയും ബി 25 രൂപയും. ഇനി ആവറേജ് എത്രയാണ് വേണ്ടേ? 20 രൂപയും വേണം. 25 20 മൈനസ് ചെയ്താൽ എത്ര? 5 വരും. 12 20 മൈനസ് ചെയ്താൽ എത്ര? 8 വരും. അപ്പോൾ എന്താ ആൻസർ? 5:8 കിട്ടും. ഇവിടെ എന്താ പ്രൈസ് മുകളിൽ തന്നേക്കുന്നത്? എന്താ ഇത്? പ്രൈസ് പെർ കിലോയാണ്. നമ്മൾ ഇവിടെ പ്രൈസ് പെർ കിലോ എടുത്തു, ഇവിടെ പ്രൈസ് പെർ കിലോ എടുത്തു, ഇവിടെ പ്രൈസ് പെർ കിലോ എടുത്തു. പ്രൈസ് പെർ കിലോയിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ എന്താണ്? മുകളിൽ എല്ലായിടത്തും പ്രൈസ് എടുക്കുവാണെങ്കിൽ താഴെ നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്ന എന്താ? ഈ കിലോയുടെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. അതാണ് 5:8. അതായത് എ പാർട്ടിയിൽ നിന്ന് 5 കിലോ എടുക്കണം, ബി പാർട്ടിയിൽ നിന്ന് 8 കിലോ എടുക്കണം. നമ്മൾ സ്പീഡ് വെച്ച് അലിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ? സ്പീഡ് വെച്ച് അലിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സ്പീഡ് വെച്ച് അലിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ കിട്ടുന്നത്. അതുപോലെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പം ആവറേജ് വെച്ച് അലിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസിൻ്റെ റേഷ്യോ കിട്ടും. എന്താണോ ഡിനോമിനേറ്റർ കിടക്കുന്നത് അതാണ് നമുക്ക് ഈ അലിഗേഷൻ ഇവിടെ താഴത്തെ പാർട്ടി കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ മീൻ പ്രപ്പോർഷനാണ് ചോദിച്ചേക്കുന്നത്. മീൻ പ്രപ്പോർഷൻ കാണാൻ എന്താ? ഇതങ്ങ് ചെയ്താൽ മതി. അതായത് ഇത് എയും ഇത് ബിയും ആണെങ്കിൽ മീൻ പ്രപ്പോർഷൻ്റെ ഇക്വേഷൻ എന്താ? റൂട്ട് എ ബി ആണ്. ഇവിടെ ഞാൻ 32 എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 16 × 2 162 81 × 2 എന്ന് എഴുതി. 16 പുറത്ത് വരുമ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 4 വന്നു. 81 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 9 വന്നു. 2 × 2 ആണ്. ഒരു 2 പുറത്ത് വരുമ്പോൾ 2 ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ എന്താ? 9 4 36 × 2 വരും. എത്രയാണ്? 72 ആൻസർ. മൂന്നാമത്തെ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പുള്ളിക്കാരി ബാസ്ക്കറ്റ് വാങ്ങിച്ചു, വാലറ്റ് വാങ്ങിച്ചു, ബെൽറ്റ് വാങ്ങിച്ചു. അതിനെല്ലാത്തിനും 5%, 8%, 10% ഡിസ്കൗണ്ട് കിട്ടി. പിന്നെ ഈ തന്നേക്കുന്ന ബാസ്ക്കറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ്, വാലറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ്, ബെൽറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഈ പുള്ളിക്കാരി ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞ് എത്ര രൂപ അടക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 80 രൂപയുടെ സാധനത്തിന് 5% ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു. അപ്പം 5% എന്ന് പറഞ്ഞാൽ എന്താ? 1/20 ആണ്. 20 രൂപയുടെ സാധനം 19 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ 19/20 പ്ലസ് 150 രൂപയുടെ സാധനത്തിന് എത്രയാണ്? 8% ഡിസ്കൗണ്ട് കിട്ടി. 8% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 നമുക്ക് അവിടെ എഴുതണ്ട. 8% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8/100. അതായത് 4/50. അതായത് 2/25. 2 രൂപ കുറച്ച് എത്ര? 23 രൂപയ്ക്ക് കിട്ടി. 25 പ്ലസ് ഇനി 350 രൂപയുടെ സാധനം 10% ഡിസ്കൗണ്ട് കിട്ടിയതാണ്. അപ്പോൾ ബാക്കി എത്ര? 90/100 കിട്ടാൻ മതി. 0 കട്ട് ചെയ്ത് പോയി, 0 കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇത് കൂട്ടിയെടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്? അതെന്ത് പറ്റി? അപ്പം 8 × 19 / 2 ചെയ്യുമ്പോൾ എത്രയാണ്? 152/2 വരും. അതായത് 76 പ്ലസ് 150/25 ചെയ്യുമ്പോൾ എത്ര? 6 വരും. 6 × 23 എത്രയാണ്? 138 വരും. ഈ 35 × 9 ചെയ്യുമ്പോൾ എത്രയാണ്? 35 × 10 ചെയ്യുമ്പോൾ 350 എന്നറിയാം. അപ്പോൾ 350 ൽ നിന്ന് 35 കുറച്ചാൽ മതി. എത്രയാണ്? 315 വരും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 8ഉം 5ഉം 13, 13 6 19 വരും. 19 1 റിമൈൻഡർ 10 12 2 റിമൈൻഡർ 3 1 4 4 1 5 വരും. 529 രൂപയാണ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ? ട്രയാങ്കിൾ ABC-യുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ട്രയാങ്കിൾ ABC വരയ്ക്കാം. ABC B90 അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ABC BC തന്നിരിക്കുന്നത് എത്രയാണ്? 1 2 ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താ? വാല്യൂ ഓഫ് കോസ് എ പ്ലസ് ടാൻ സി ആണ്. അപ്പോൾ ഇനി AC കാണാൻ എന്താ? 1² പ്ലസ് 2² ആണ്. അതായത് 4 + 1 √5 ആണ് AC എന്ന് വരുന്നത്. നമ്മളോട് കോസ് എ പ്ലസ് ടാൻ സി എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. കോസ് എ എത്രയാണ്? അപ്പം
കോസ് സൈഡ് എടുക്കുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അഡ്ജസൻറ്റ് സൈഡ് 1ഉം ഹൈപ്പോട്ടനസ് 5 അപ്പം 1/5 വരും ഇവിടെ. പ്ലസ് ഇനി ടാൻ സിയുടെ വാല്യൂ യൂസ് ചെയ്യും. സി എടുക്കുമ്പോൾ എന്താ വരുന്നത്? ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് സിയുടെ ഓപ്പോസിറ്റ് സൈഡ് AB, സിയുടെ അഡ്ജസൻറ്റ് സൈഡ് BC ആണ്. അപ്പം 1/2 വരും. 1/2 വരും. LCM എടുക്കാൻ നേരത്തെ എത്ര വരുന്നത്? 2 + √5/2 വരും. ഇതാണ് ആൻസർ. ഓപ്ഷൻ 4. ഇത് ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എത്രയാണ്? 2 ഇട്ടിട്ട് 1 10 100 1000 10,000 20,000 ആണ് തന്നേക്കുന്നത്. LCM തന്നിട്ടുണ്ട്. HCF എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം LCM × HCF എന്താണ്? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സാണ്. അപ്പം LCM 8000 തന്നിട്ടുണ്ട്. 8000 അല്ല 800 തന്നിട്ടുണ്ട്. ഇൻറ്റു HCF = എത്രയാണ്? 20,000. HCF കാണാൻ എന്തായാലും 20,000 / 800 വരും. 0 കട്ട് ചെയ്ത് പോയി. എത്ര? 10ഉം 4ഉം വരും. ഇപ്പം എത്ര? 2.5 വരും. എത്തിപ്പോയോ? ഇവിടെ ഒരു 0 കൂടെ ഉണ്ട്. അപ്പം എന്താണ്? 25 വരും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. A+1/Aയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3 ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം എന്താ A² + 1/A² കണ്ടുപിടിക്കണം. അതെത്രയാണ്? 3² - 2 ചെയ്താൽ മതി. 9 - 2 ചെയ്യുമ്പോൾ 7 വരും. ഇനി ഒരു തവണയും കൂടെ സ്ക്വയർ എടുക്കണം. അപ്പോൾ എത്ര? A⁴ + 1/A⁴ കിട്ടും. അപ്പോൾ A² + 1/A² 7 ആണെങ്കിൽ A⁴ + 1/A⁴ കണ്ടുപിടിക്കാൻ ഒന്നും കൂടെ എന്താണ്? 7² - 2 ചെയ്താൽ മതി. 7² - 2 ചെയ്യുമ്പോൾ 49 - 2 ചെയ്യുമ്പോൾ 47 വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഇത് സ്റ്റാൻഡേർഡ് ഫോർമുല, അതായത് K + 1/K അല്ല K + X + 1/X. X + 1/X എന്ന് പറയുന്നത് K ആണെങ്കിൽ X² + 1/X² കാണാൻ എന്താ ചെയ്യേണ്ടത്? K² - 2 ചെയ്താൽ മതി. ആദ്യം ചെയ്യാൻ വേണ്ടി എന്താണ്? 3² - 2 ചെയ്തു 7 കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി ചെയ്തു 7² - 2 ചെയ്തു 47 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. If the total number of books is 60, then what is the ratio of the number of books on subject C1 to the average number of books per subject എന്ന് ചോദിച്ചു. C1ൻ്റെ എത്ര ബുക്കുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണ്? മൊത്തം 60 കൊണ്ട് അതിൻ്റെ എത്ര ശതമാനമാണ്? C1 എന്ന് പറഞ്ഞാൽ നീല 10%. 6 ബുക്കാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന ആവറേജ് നമ്പർ ഓഫ് ബുക്സ് പെർ സബ്ജക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ ആണ് 20%, 30%, 40%, 10%. C1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 6 കിട്ടി. ഇനി 20% എത്രയാണ്? 60ൻ്റെ 20% എന്ന് പറയുന്നത് 12 വരും. 10% എന്ന് പറയുന്നത് എത്രയാണ്? 18 വരും. 40% എന്ന് പറയുന്നത് 6 24 വരും. ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുക. കൂട്ടുമ്പോൾ എത്ര? 60 വരും. അയ്യോ എന്താ മണ്ടനല്ലേ, 60 ബുക്കാൻ തന്നിട്ടുള്ളൂ. സാറില്ല, അതൊക്കെ സംഭവിക്കും. അത് ചുമ്മാ കൂട്ടിയെടുത്താണ്. 60 / മൊത്തം എത്ര സബ്ജക്റ്റ് ഉണ്ട്? 4 സബ്ജക്റ്റ് ഉണ്ട്. അപ്പം 6:15 വരും. അപ്പോൾ ഇത് രണ്ട് ഞാൻ 3 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? 2:5 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഇങ്ങനെ സം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. മണ്ടത്തരമായിപ്പോയി. കാരണം എന്താണ്? 60 ടോട്ടൽ സം വന്നിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ 4 2:5 ആണ് കറക്റ്റ്. ആവറേജ് നമ്പർ ഓഫ് ബുക്സ് പെർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തം എത്ര ബുക്കുണ്ട്? 60 ബുക്കുണ്ട്. മൊത്തം എത്ര സബ്ജക്റ്റ് ഉണ്ട്? 4 സബ്ജക്റ്റ് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 60/4. ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? cos 37/sin 53 - sin 47 × cos 43 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ cos 37 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? cos 37 cos 90 - 53 എന്ന് എഴുതാം.
കോസ് 90 മൈനസ് 53 എന്ന് പറയുന്നത് എന്താ? സൈൻ 53 ആണ്. അതെന്തുകൊണ്ടാണ്? കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ. അവിടെ കോസ് 37 പകരം എന്താ സൈൻ 53 എന്ന് കൊടുക്കാം. അപ്പോൾ സൈൻ 53 കട്ട് ചെയ്ത് പോയി. അല്ലെങ്കിൽ ഒന്നും വേണ്ട, സൈനും കോസും തന്നിട്ടുണ്ട്, അതിൻ്റെ ആംഗിളിൻ്റെ സമ്മ് 90 ആയി. ഇപ്പം 53 37 കൂട്ടി എത്ര? 90. അപ്പം അത് രണ്ടിനെയും കൂടെ സമ്മ് 90 ആണെങ്കിൽ എന്താ? അത് 1 വരത്തുള്ളൂ. മൈനസ് ഇതുപോലെ തന്നെ കോസ് 47 ഞാൻ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? അതായത് കോസ് 47 ഈക്വൽ ടു എന്താണ്? കോസ് 90 മൈനസ് 43 എന്ന് എഴുതാതിരിക്കും. അത് എത്രയാണ്? അത് സൈൻ 43 ആണ്. ഞാൻ കോസ് 47 പകരം എന്താണ്? സൈൻ 43 ഇൻറ്റു, ഇനി കൊസീക്ക് 43 കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. അപ്പം 1/sin 43 എന്നാക്കി. ഇത് വെട്ടിപ്പോയിട്ട് 1 ആണ് ബാക്കി. അപ്പോൾ ഇതിനും വെട്ടിപ്പോയിട്ട് 1 വന്നു. അപ്പോൾ 1 മൈനസ് 1 എന്ന് പറയുന്നത് എത്ര? 0 വരും. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വോളിയം ഓഫ് എ സ്പിയർ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് ഇത്രയാണ്. അങ്ങനെയാണ് സർഫസ് ഏരിയ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് എ ക്യൂബ് എത്രയാണ്? വോളിയം ഓഫ് എ സ്പിയർ എത്രയാണ്? 4/3 πr ക്യൂബാണ്. ഇതെന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എത്രയാണ്? 13.0977. അവിടെ ചോദിച്ചേക്കുന്നത് സർഫസ് ഏരിയ അത് എത്രയാണ്? 4πr സ്ക്വയർ ആണ്. റേഡിയസ് കാണാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇൻറ്റു 3/4 ഇൻറ്റു, അവിടെ 4 ആണ്, ഇവിടെ 4 ആണ്, 7 അല്ല. 4 ഇൻറ്റു 22/7. അപ്പോൾ 7/22 വരും. അപ്പോൾ ഇവിടെ 28. ഇതും കൂടെ 11 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 11,907 എന്ന് വരും. ഇവിടെ എന്താ? ഇത് രണ്ടും വരും. എനിക്ക് മുകളിൽ എന്താണ്? ഈ മുകളിൽ ന്യൂമറേറ്ററിൽ 2 7 2 3 കൂടെ ഉണ്ടാക്കിയെടുത്താൽ ക്യൂബ് റൂട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ 11,907 ഫാക്ടർ ചെയ്യുക. 11,907 ഫാക്ടർ ചെയ്യുമ്പോൾ 7 കൊണ്ട് ഫാക്ടർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1701 വരും. ഡിവൈഡഡ് ബൈ 1 കൂടെ 7 കൊടുക്കുകയാണെങ്കിൽ എത്രയാണ്? 243 വരും. 7 കൊണ്ട് പോലെ ഇനി 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 81 വരും. പിന്നെ ഒരു 3 കൊണ്ട് ചെയ്യുമ്പോൾ 27 വരും. പിന്നെ ഒരു 3 കൊണ്ട് ചെയ്യുമ്പോൾ 9 വരും. പിന്നെ ഒരു 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 വരും. പിന്നെ ഒരു 3 കൊണ്ട് 1 വരും. ഇതിനെ എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ എടുത്ത് എഴുതാൻ പോകും. അതായത് ഓൾറെഡി ഒരു 7 3 കിടപ്പുണ്ടായിരുന്നു. അപ്പം 7 ഇൻറ്റു 7, ഇവിടെ 2 7 ഉണ്ട്. പിന്നെ ഒരു 7 കൂടെ കൂട്ടി 3 7 വരും. 7 ഇൻറ്റു ഇവിടെ ഒരു 3 കിടപ്പുണ്ട്. ആ 3 ഞാൻ ആദ്യം എടുത്ത് എഴുതാം. പിന്നെ നിരത്തി പിടിച്ച് എത്ര? 1 2 3 4 5 3 4 5. ഇതാണ് ന്യൂമറേറ്റർ വരിക. ഡിവൈഡഡ് ബൈ 8 വരും. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എത്രയാണ്? ഈ 3 റൂട്ടിന് പുറത്ത് വരുമ്പോൾ, ഈ 3 7 റൂട്ടിന് പുറത്ത് വരുമ്പോൾ ഒരു 7 ആവും. ഇൻറ്റു ഇവിടെ ഈ 3 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എത്രയാണ്? ഒരു 3 ആവും. ഇവിടെ 3 കൂടെ ഉണ്ട്. പിന്നെ ഒരു 3 കൂടെ, ഒരു സെറ്റ് 3 കൂടെ ഉണ്ട്. അപ്പം പിന്നെ ഒരു 3 ഡിവൈഡഡ് ബൈ 8. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 2 വരും. റൂട്ട് 63 അല്ല, റൂട്ട് 63 അല്ലോ. ഇനി റൂട്ടിൻ്റെ ആവശ്യമില്ല. ഇനി 7 ഇൻറ്റു 3 ഇൻറ്റു 3 7 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 63/2 റേഡിയസ് വരുന്നത്. അപ്പോൾ റേഡിയസ് കിട്ടി. ഇതാണ് റേഡിയസ്. ഇനി എന്താ? ഇനി ഈ 4πr² ഇട്ട് കൊടുത്താൽ മതി. അതായത് 4 ഇൻറ്റു 22/7 ഇൻറ്റു 63/2 ഇൻറ്റു 63/2. വേറെ ആട്ടോ. ഇവിടെ 2 22 കൂടെ വെട്ടിപ്പോയിട്ട് 11 ആവും. 7 63 കൂടെ വെട്ടിപ്പോയിട്ട് എത്രയാണ്? 9 ആവും. ഈ 2 4 കൂടെ വെട്ടിപ്പോയിട്ട് 2 ആവും. ഇത് മൊത്തം ചെയ്യുമ്പോൾ എത്രയാണ്? 567 ഇൻറ്റു 22 വരും. വിച്ച് മീൻസ് എന്താ? 12
474 എന്ന് വരും. അതാണ് ആൻസർ. ഓപ്ഷൻ 2. എന്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അല്ല, കട്ട കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് വച്ച് കളയാം. സെറ്റിലെല്ലാം ഇങ്ങനത്തെ കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റാറ്റിക് വാട്ടർ എന്ന് പറയുന്നത് 6 km/h. അതുപോലെ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.5. അപ്പം ഒരു പുള്ളി 59.5 കിലോമീറ്റർ മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ എത്ര നേരം എടുത്തെന്ന് ചോദിച്ചേക്കുന്നു. സ്ട്രീമിനിപ്പോൾ എടുത്ത സമയം എത്രയാണ്? 59.5 കിലോമീറ്റർ മുകളിലേക്ക് പോയി. 6 - 2.5 വരും. അതെത്രയാണ്? 59.5 ഡിവൈഡഡ് ബൈ 3.5 വരും. താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ എന്താ? 595/35 വരും. അതെത്ര? 17 എന്ന് വരും. ഇനി ഇതുപോലെ ഡൗൺ സ്ട്രീം എങ്ങനെയാണ്? ഡൗൺ സ്ട്രീം ഇതേ ഡിസ്റ്റൻസ് തന്നെയാണ്, 59.5 തന്നെയാണ്. പക്ഷേ സ്പീഡ് വ്യത്യാസമുണ്ട്. അത് ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ് വരും. ഇപ്പോൾ 2.5 കൂടും. 8 8.5 ആവും. ഇപ്പോൾ പോയിട്ട് 8.5 ആവും. 0.5 ആവും. അപ്പോൾ 595/85 ഇത് എത്രയാണ്? 7 എന്ന് കിട്ടും. അപ്പം നേരത്തെ കിട്ടിയ 17 അവേഴ്സും ഇപ്പോൾ കിട്ടിയ 7 അവേഴ്സും കൂടെ കൂട്ടിയാൽ എന്താ 24 അവേഴ്സ് കിട്ടും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ടേബിൾ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ പിള്ളേർ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടിംഗ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. 40 80 കൂടെ കൂട്ടിയാൽ 220 വരും. ഇവിടെ എത്ര? 250 വരും. ഇവിടെ ബൈസൈക്കിൾ കൂട്ടിപ്പോൾ എത്ര? 280 100 കൂട്ടണം, 380 പ്ലസ് വരും ഇവിടെ. അതിൽ ഇത് കൂട്ടിയാലും അത്രയും ഫലത്തില്ല. അപ്പം ഏറ്റവും കൂടുതൽ എന്താണ്? ബൈസൈക്കിളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പ് സ്ട്രീം ഡൗൺ സ്ട്രീം വേറെ കാൽക്കുലേറ്റ് ചെയ്യണം. 72 കിലോമീറ്റർ പോയി. എത്ര? 6 മണിക്കൂർ കൊണ്ട്. ഇത് ചെയ്യുമ്പോൾ എത്ര? 12 എന്ന് കിട്ടും. 12 km/h ആണ് അപ്പ് സ്ട്രീം സ്പീഡ്. ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര? 72 കിലോമീറ്റർ തന്നെയാണ് അയാൾ സഞ്ചരിക്കുന്നത്. സെയിം ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി പക്ഷേ 12 മണിക്കൂർ താഴേക്ക് വരെ എടുക്കുന്നത്. അപ്പോൾ എത്ര? 6 കിട്ടും. അതായത് സ്ട്രീമിൻ്റെ സ്പീഡ് പ്ലസ് ബോട്ടിൻ്റെ സ്പീഡ് തന്നിരിക്കുന്ന 6. എന്തോ ഒരു തെറ്റുണ്ടോ? കാരണം ഡൗൺ സ്ട്രീം അപ്പ് സ്ട്രീം ഡൗൺ സ്ട്രീം ആയിരിക്കും എപ്പോഴും അപ്പ് സ്ട്രീമിനേക്കാളും കൂടുതൽ വരുന്നത്. അപ്പം 72 കിലോമീറ്റർ ഡൗൺ സ്ട്രീം മീൻ 6 അവേഴ്സാണ്. ഡൗൺ സ്ട്രീമാണ് 6 അവേഴ്സ്. എടുത്തപ്പോൾ തെറ്റിപ്പോയതാണ്. ഞാനിവിടെ അപ്പ് സ്ട്രീമാണ് 6 അവേഴ്സായിട്ട് എടുത്തത്. എന്താ സ്ട്രീം 12 മണിക്കൂറും ഡൗൺ സ്ട്രീം 6 അവേഴ്സ്. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഡൗൺ സ്ട്രീം 12, അപ്പ് സ്ട്രീം 6 വരും. അപ്പം സ്ട്രീം ഓഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം പ്ലസ് സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്? അതായത് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ഓഫ് ദ സ്ട്രീം പ്ലസ് സ്പീഡ് ഓഫ് ദ ബോട്ടാണ്. അത് തന്നേക്കുന്നത് 12. ഇനി അപ്പ് സ്ട്രീം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 6 തന്നേക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ കാണാൻ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. 12 + 6 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാണ്? 18/2 9 വരും. ഇനി ഇതിന് പകരം സ്പീഡ് ഓഫ് ദ സ്ട്രീമാണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യണ്ടേ? 12 - 6 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 6/2 എന്ന് പറഞ്ഞാൽ 3 വരും. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സിംപ്ലിഫൈ ചെയ്യാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഏറ്റവും അകത്തുനിന്ന് വേണം. ഏറ്റവും അകത്തെ ബ്രാക്കറ്റ് ഇതാ, ഇതിനകത്ത് വേണം സിംപ്ലിഫൈ ചെയ്ത് തുടങ്ങാം. ഇവിടെ 3 and 1/3 ഇംപ്രോപ്പർ ആക്കുമ്പോൾ എത്രയാണ്? 9 10/3 ഡിവൈഡഡ് ബൈ 7/3 മൈനസ് 1/3. ബോട്ട് മാസ് വെച്ച് കണക്കാക്കുമ്പം ഈ 10/3 ഡിവൈഡ് ബൈ 7/3 അല്ല ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. ഈ ബാർ ഇട്ടേക്കുന്നുണ്ട് അവിടെ. ഇതിന് പറയുന്ന വിൻകുലം എന്നാണ്. അതെന്താണ്? ഒരു സെറ്റ് ഓഫ് പ്രവർത്തനങ്ങളെ ഒന്നിച്ച് കണക്കാക്കുന്നതിന് പറയുന്ന പേരാണ് വിൻകുലം എന്ന്. അല്ലെങ്കിൽ അതെന്താ? അത് ഈ സെറ്റ് ഓഫ് ഓപ്പറേഷൻ ആദ്യം ചെയ്യണമെന്ന് പ്രയോറിറ്റി കൊടുത്തേക്കുന്ന എന്നാണ് ആ ബാർ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ആ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം അത് വേണം ചെയ്യാൻ. അത് ബ്രാക്കറ്റ് പോലെ തന്നെയാണ്. പക്ഷേ എന്താണ്? ബോട്ട് മാസ് പോകുമ്പോൾ ബ്രാക്കറ്റിന് ശേഷം മാത്രമേ അത് കണക്ക് കൂട്ടുന്നുള്ളൂ.
പ്രയോറിറ്റി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 7/3 മൈനസ് 1/3 ചെയ്യുമ്പോൾ എത്രയാണ്? 6/3 വരും. 10/3 ഡിവൈഡ് ബൈ 6/3 വരും. 10/3/6/3 എന്നുള്ളത് എന്താണ്? തിരിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് വരും, അതായത് 3/6 ആവും. ഇതും കട്ട് ചെയ്ത് പോകും. ഏറ്റവും ബ്രാക്കറ്റിനകത്ത് എന്താണ്? 10/6 തന്നെ വരുള്ളൂ. ഇവിടെ എന്താ? 10/6 എന്ന് വരും. ഇനി പ്ലസ് പുറത്ത് കൊടുക്കുന്ന രണ്ടെണ്ണം കൂടെ കൂട്ടിയാൽ മതി. 4 and 1/3 ഇംപ്രോപ്പർ ആക്കുമ്പോൾ എത്രയാണ്? 4 3 12 + 1 13/3 വരും. LCM-ലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. LCM 6 വരും. 26 10 36 36/6 വരും. എത്ര? 6 തന്നെയാണ്. എന്താ അത്? 5 and 1/3 എന്ന് കുറച്ചാൽ മതി. ഇപ്പോൾ 5 and 1/3 നമ്മൾ മിക്സ്ഡ് നിന്ന് ഇംപ്രോപ്പർ ആക്കുമ്പോൾ എത്രയാണ്? 50 + 1 16/3 - 6 വരും. അപ്പോൾ എത്ര? ഇത് LCM എടുക്കുമ്പോൾ 16 - 60 18/3 വരും. അത് ചെയ്യുമ്പോൾ -2/3 എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എന്താ? 1 - 3/7 ഡിവൈഡ് ബൈ 9/7. അത് തിരിഞ്ഞ് കയറി വരും, അതായത് 49/9 ഇൻറ്റു 3/40 ഡിവൈഡഡ് ബൈ 1 + 3/5. ഇവിടെ എന്താ? അതുപോലെ തന്നെ 25 ഇൻറ്റു 1/30 വരും. ആദ്യം ഡിവൈഡ് ചെയ്യേണ്ട സ്ഥലം ഏതായിരുന്നു? ഇതായിരുന്നു ഡിവൈഡിൻ്റെ. അപ്പോൾ അതാദ്യം ചെയ്യുക. അപ്പോൾ 7 ഇത് വെട്ടിപ്പോയി 7 ആയി, വെട്ടിപ്പോയി 3 ആയി. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ 21/4 3s are 12 വരും. 3 1s are 3 + 1 42 വരും. 1 - 42/. ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നത് ഏതായിരുന്നു? ഇതായിരുന്നു. അപ്പം 5 1 + 15 ഇൻറ്റു 1/30 വരും. ഇത് വരും 5 കൊണ്ട് വെട്ടിപ്പോയി എത്രയാണ്? 6 5. മുകളിലെ ന്യൂമറേറ്ററിൻ്റെ അവിടെ എന്താ വരുന്നത്? 42 - 21/42/1 പ്ലസ് 5/6 ആണ്. അപ്പം 6 + 5/6 വരും. 42 - 21 ചെയ്യുമ്പോൾ എത്ര? 21 വരും. ഇവിടെ 6 5 കൂടെ കൂട്ടുമ്പോൾ 11 വരും. അപ്പോൾ ഇവിടെ 11/6 റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ തിരിച്ച് കയറി വരും. 6/11 വരും. ഇത് പറഞ്ഞോളാം. ഇനി 6 7 42. ആൻസർ എത്ര? 21/77. പണിപാടിയോ? ഇവിടെ തെറ്റിപ്പോയെ. മുകളിൽ 1/3/7 ഇൻറ്റു 49 9/47 തിരിഞ്ഞ് കയറി വരുമ്പം മുകളിൽ കറക്റ്റാണ്. 1/3/5 ഇൻറ്റു തെറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 1 ഇവിടെ 50 ഇവിടെയാണ് തെറ്റിപ്പോയത്. അതായത് 1 + 15 ഇൻറ്റു 1/30 ആണ്. ഇത് രണ്ടും ഞാൻ 5 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 3 വരണ്ടേ. ഞാനവിടെ വേറെ തോന്നി എഴുതി വെച്ച് 6 വരും. മുകളിലെന്താണ്? മുകളിലെല്ലാം കറക്റ്റാണ്. 21/42 തന്നെ വരും. താഴത്തെ കേസിൽ 1 + 3/6 വരും. 9/6 വരും. 9/6 അല്ലേ വരുന്നത്? 9/6 വരും. നമ്മുടെ 9/6 വരും. റെസിപ്രോക്കലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 6/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫുള്ള് പോയിട്ട് മുകളിൽ 6/9 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 6/9
ഇവിടെ എന്താ 6, 7, 42. 1/3 ചെയ്യുമ്പോൾ എത്ര? 7 വരും. ഇവിടെ 3 വരും. 7 7 കട്ട് ചെയ്ത് പോയിട്ട് 1/3 ആണ് ഉത്തരം വരുന്നത്. 1/3. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ? ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ 2 candidates 80% ഓഫ് ദ വോട്ടേഴ്സ് കാസ്റ്റ് ദെയർ വോട്ട്, ഔട്ട് ഓഫ് വിച്ച് 5% were declared as invalid എന്ന് തോന്നുന്നുണ്ട്. ഇനി അതിൽ എ കാൻഡിഡേറ്റ് ഗോട്ട് 9500 വോട്ട്സ് വിച്ച് വേർ 80% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്സ് ആണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ദ വോട്ടേഴ്സ് എൻറോൾ ഇൻ ദ ലിസ്റ്റ് എലക്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. മൊത്തം 100% ആൾക്കാരാണ് ലിസ്റ്റിലുള്ളെങ്കിൽ എന്താണ് അതിനകത്ത് 80% ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി 20% ആൾക്കാരെ വോട്ട് ചെയ്യാൻ വന്നിട്ടേ ഇല്ല. ഈ 80% എന്താണ് 5% പേര് ഇൻവാലിഡ് വോട്ടാണ് ചെയ്തത്. 80%-ൻ്റെ 5% എടുക്കുമ്പോൾ എത്രയാണ്? അത് 4 വരും. 4% പേര് ഇൻവാലിഡ് വോട്ടാണ് ചെയ്തത്. 4% ഇൻവാലിഡ് വോട്ടാണ്. മൊത്തം വാലിഡ് വോട്ട് എത്ര? 76% ഉള്ളൂ. ഇതിൻ്റെ 80% ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 76 × 80/100 ചെയ്യുമ്പോൾ എത്രയാണ്? ഒരു മിനിറ്റ് നമുക്ക് മാറ്റി ചെയ്യാം. അതായത് 76 × 80/100 ചെയ്യുമ്പം 76 × 8 ചെയ്താൽ 608 വരും. 608/10 അതായത് 60.8 വരും. 60.8 ഒരാൾക്ക് കിട്ടിയത്. അപ്പം 76 ൽ നിന്ന് 60.8 കുറച്ച് എത്രയാണ്? 15.2 മറ്റേ ആൾക്ക് കിട്ടിയത്. 60.8ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 9500. നമുക്ക് 100% കണ്ടുപിടിച്ചാൽ ആൻസറായി. ഇവിടെ 1% കണ്ടുപിടിക്കാൻ തന്നെ അത് ഡിവൈഡ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ഞാൻ ഇവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തിട്ട് 608 ആക്കി. 608 എന്നാക്കി. ഇനി ഡിവൈഡ് ചെയ്യാം. അപ്പം 950 608 എത്രയാണ് പോകും? 1 യൂണിറ്റിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ എടുക്കുന്നത്. 1 യൂണിറ്റിൻ്റെ വാല്യൂ എടുക്കാനായിട്ട് 95,000 ഡിവൈഡ് ബൈ 608 ചെയ്താൽ എന്താണ്? 1 യൂണിറ്റ് കിട്ടും. 950 608 എത്ര തവണ പോകും? 1 തവണ പോകത്തുള്ളൂ. റിമൈൻഡർ എത്ര വരുന്നത്? 950 ൽ നിന്ന് 342 പോയാൽ 900 ൽ നിന്ന് 608 പോയാൽ 342 റിമൈൻഡറായിട്ട് വരുന്നത്. ഈ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തുകൊള്ളുക. ഇനി 3420 ആക്കണം. ഈ 3420ൻ്റെ താഴെ വരുന്ന 608 മൾട്ടിപ്ലൈ ചെയ്ത് 608 × 5 ചെയ്യുമ്പോഴാണ്. കാരണം എന്താ? 608 × 10 ചെയ്യുമ്പോൾ 680 വരും. നേരെ അതിൻ്റെ പകുതി എടുത്താൽ എന്താ 3040 കിട്ടും. 3040. ഇനി ഇതിൻ്റെ കൂടെ വേണ്ട സംശയം ഉണ്ട്. 608 കൂട്ടി നോക്കിക്കോളാം. 3000 കൂടെ 600 കൂട്ടുമ്പോൾ തന്നെ 3600 വരും. അപ്പം 5 ഇതിൻ്റെ ഏറ്റവും അടുത്ത വാല്യൂ. കുറയ്ക്കുമ്പോൾ അടുത്ത റിമൈൻഡർ വരുന്നത് എത്രയും 380 വരും. 380 ഒരു 0 കൂടെ 3800 ആക്കിക്കൂടാ. 5 ചെയ്തായിരുന്നു. ഇനി 3800 ആക്കണം 608-ന്. 5 ചെയ്തപ്പോൾ എന്താ 3040 വന്നു മനസ്സിലായി. അതിൻ്റെ കൂടെ ഒരു 608 കൂടെ കൂട്ടിയാൽ എന്താ 3600 വരും. അതാണ് ഇനി 3800ൻ്റെ ഏറ്റവും അടുത്ത് വരുന്നത്. എത്ര? അപ്പം 1040 608 കൂടെ കൂട്ടിയാൽ 3648 വരും. അപ്പോൾ 3648 ആണ് പുതിയ വരുന്നത്. എത്ര? അത് 608 × 6 ചെയ്യുമ്പോഴാണ്. അപ്പോൾ പുതിയ റിമൈൻഡർ എത്രയാണ്? 152 വരും. 152 വരും പുതിയ റിമൈൻഡർ. 152 608 പോയില്ല. അതുകൊണ്ട് എന്താണ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ 0 ആഡ് ചെയ്ത് കൊടുത്തുള്ളത്. 152 എന്നുള്ള എന്താണ്? 152 എന്നുള്ള 0.25 ആണ്. 608 × 0.25 ചെയ്യുമ്പോഴാണ് 152 വരുന്നത്. 0.25 ഇട്ടാൽ കംപ്ലീറ്റ് ഡിവിസറായി പോകും. അപ്പം ഇതാണ് 1%-ൻ്റെ വാല്യൂ. 100%-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഇത് × 100 ചെയ്താൽ മതി. അപ്പോൾ 15 62 5 മൊത്തം ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം. ഇവിടെ ഓപ്ഷൻ എവിടെയാണ് ഇതിൻ്റെ തുടക്കം? 25ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ 15 625 മൊത്തം ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻലെറ്റ് പൈപ്പിന് 3.6 അവേഴ്സ് കൊണ്ട് ഒരു എം ടി ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ഔട്ട്ലൈറ്റ് പൈപ്പ് കൊണ്ട് അത് 6.3 അവേഴ്സ് കൊണ്ട് അത് ഫുള്ള് ഡ്രെയിൻ ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി അവേഴ്സ് വിൽ ദ ടാങ്ക് ഗെറ്റ് ഫുള്ളി ഫിൽഡ് ഇഫ് ബോത്ത് ദ പൈപ്പ്സ് ആർ ഓപ്പൺഡ് സൈമൾട്ടേനിയസ്ലി. ടൈം ആൻഡ് വർക്ക് ചെയ്യുന്ന പോലെ എടുത്താൽ മതി. അതായത് എത്രയാണ്? 3.6 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യും. അതേസമയം ബി 6.3 അവേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്യും. എടുക്കാൻ എളുപ്പത്തിന് എന്താണ് ഇത് 36/10 എന്നും ഇവിടെ 63/10 എന്നും എടുത്തോളാം. ഇപ്പോൾ ന്യൂമറേറ്ററിൻ്റെ LCM-ഉം ഡിനോമിനേറ്ററിൻ്റെ HCF എടുത്താൽ മതി. അപ്പം ന്യൂമറേറ്ററിൻ്റെ LCM എടുക്കുമ്പോൾ എത്രയാണ്? 36ൻ്റെ 63ൻ്റെ LCM എടുക്കുമ്പോൾ 256 വരും. 36 252 വരും. ഡിനോമിനേറ്ററിൻ്റെ HCF 10 തന്നെയാണ്. ഇതാണ് ടോട്ടൽ വർക്ക്. ഇനി 252/10/36/10 ചെയ്യുമ്പോൾ എത്രയാണ്? അത് 7 വരും. കാരണം 252/10/36/10 എന്ന് പറയുമ്പോൾ ഇത് റെസിപ്രോക്കലി മൾട്ടിപ്ലൈ ചെയ്ത് തിരിഞ്ഞ് കയറി ചെല്ലും. അപ്പം 10/36 വരും. 2 വെട്ടി പോയി 256/36 ചെയ്യുമ്പോൾ 7 കിട്ടും. ബിയുടെ എഫിഷ്യൻസി കാണാൻ 252/63 ചെയ്യാൻ മതി. അപ്പം 4 കിട്ടും. പക്ഷേ ഇത് നെഗറ്റീവാണ്. കാരണം ഇത് ഡ്രെയിൻ ചെയ്യുക. ഈ പുള്ളി ചെയ്യുന്ന വർക്ക് നെഗറ്റീവായിട്ടാണ് ഈ പൈപ്പ് ബി ചെയ്യുന്നത്. അപ്പം നെഗറ്റീവ് വർക്കാണ്. അപ്പോൾ 7-ന് 4 പോവുകയാണ് ചെയ്യുന്നത്, ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുമെന്ന് പറയുമ്പം ഒന്ന് ടാങ്ക് നിറയ്ക്കുക, ഒന്ന് ടാങ്ക് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 7 + -4 എന്ന് പറയുന്നത് 3 വരും. ഇതാണ് രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് 252/10 അറിയാം. ഇത് ഡിവൈഡ് ബൈ ഇവരുടെ എഫിഷ്യൻസി ചെയ്താൽ മതി. എത്രയാണ്? 3 ചെയ്താൽ മതി. 3/1 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 1/3 ആവും. 152 3 കൂടെ വെട്ടി പോകുമ്പോൾ എത്രയാണ്? 82 വരും. 82/10 ചെയ്താൽ എത്രയാണ്? 8.2. 252/3 ചെയ്യുമ്പോൾ എത്രയാണ്? 82 ആണോ? 8 3s are 24. 1 റിമൈൻഡർ വരും. 3 4s are 12 വരും. അപ്പോൾ 84 ആണ് വരുന്നത്. അപ്പോൾ 84/10 വരുമ്പോൾ എത്രയാണ്? 84/10 എന്ന് പറയുന്നത് 8.4 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അവി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഭാർഗവിന് 10% ലാഭത്തിനാണ് വിറ്റത്. അതിനുശേഷം ഭാർഗവ ചേതന് വിറ്റത് 20% ലാഭത്തിന്. ചേതൻ 2,60,60,000 അല്ലേ? 2,64,00,000 കൊടുത്തെങ്കിൽ അവി എത്ര രൂപയ്ക്ക് അത് വാങ്ങിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവി അത് 10% ലാഭത്തിനാണ് വിറ്റത്. അതായത് 10 എന്നുള്ള 11 അത് ഭാർഗവ് ചേതന വിറ്റത് 20% ലാഭത്തിനാണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 5 എന്നുള്ളത് 1/5 ആണ്. അപ്പോൾ 5 എന്നുള്ളത് 6 രൂപയ്ക്ക് വിറ്റു. 6/5 ആണ്. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര? 264,50. അപ്പോൾ ഇത് 6 264 കൂടെ വെട്ടിപ്പോയിട്ട് 44 വരും. ഇനി 44 11 കൂടെ വെട്ടിപ്പോയാൽ ബാക്കി ഇവിടെ 4 വരും. ഇനി ഈ 10ഉം 5ഉം കൂടെ അവിടെ കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയാണ്? 4 ഇട്ടിട്ട് 10 × 5 ചെയ്താൽ മതി. അതായത് × 5 ചെയ്താൽ മതി. എത്ര വരുന്നത്? 4 5s 20 ഇട്ടിട്ട് ഇത്രയും 0 6 0. ഇതാണ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ റൺസ് സ്കോർഡ് അഗെയിൻസ്റ്റ് ന്യൂസിലൻഡ് ആൻഡ് പാകിസ്ഥാൻ ഇൻ 2019-20
ആൻഡ് ദ ടോട്ടൽ റൺസ് സ്കോർഡ് അഗെയിൻസ്റ്റ് ശ്രീലങ്ക ആൻഡ് പാകിസ്ഥാൻ 2020-21. 2019-20 എത്രയാണ്? 4000 റൺസാണുള്ളത്. ന്യൂസിലാൻഡും പാകിസ്ഥാനും എതിരെ എത്ര ശതമാനം വെച്ചെടുത്തിട്ടുണ്ട്? 4000. ന്യൂസിലാൻഡ് 14%. പാകിസ്ഥാൻ എത്ര? 16%. 14 × 4 ചെയ്യുമ്പോൾ 56. 560 വരും. 560 പ്ലസ് 560 വരും. എത്രയാണ്? 640 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 40 കൂടെ കൂട്ടുമ്പോൾ 100 വരും. 5 6 11 1200 വരും. ഇതുപോലെ തന്നെ എന്താണ് 5000 റൺസാണ് 20-21 സീസണിൽ. ശ്രീലങ്കയ്ക്ക് 20%. 20/100 ചെയ്യുമ്പോൾ എത്രയാണ്? 1000 റൺസും. ഇനി പാകിസ്ഥാനെതിരെ എത്രയാണ്? 15%. അതിൻ്റെ 15 750 റൺസും. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 1750 വരും. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 550 ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നത്? എത്രയാണ്? ടോട്ടൽ സർഫസ് ഏരിയയാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. മുകളിൽ തന്നിട്ടുണ്ട്. അതായത് 4/3 πr ക്യൂബിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. 256/3 π എന്ന് പറഞ്ഞു. ഇവിടെ ഇതിനകത്ത് r³ കണ്ടുപിടിക്കാനുള്ള എളുപ്പമുണ്ട്. കാരണം എന്താ? 256/4 ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ 256ന് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ π ഉണ്ട്, ഇവിടെ π ഉണ്ട്. പിന്നെ ഈ 4ഉം r³ കൂടെ ചേർന്നാണ് 256 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 256/4 ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ്? r³ വാല്യൂ കിട്ടും. 256/4 ചെയ്താൽ 64 എന്ന് കിട്ടും. ഇവിടെ എന്താ? ഞാനത് 4/3 ഇൻറ്റു π അതുപോലെ ഇട്ടോളാം. പിന്നെ 64 വരും. അപ്പം ഇവിടെ 4/3 ഉണ്ട്, π ഉണ്ട്, r³ വാല്യൂ ആണ് 64. r³ വാല്യൂ എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ r-ൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. സർഫസ് ഏരിയ കാണുന്നത് എങ്ങനെയാണ്? 4 πr² ചെയ്താൽ മതി. അതായത് 4 × 22/7 r, അതായത് 4². ഓപ്ഷനെല്ലാം π കിടപ്പുള്ളതുകൊണ്ട് പൈക്ക് എന്താണ്? π തന്നെ കിട്ടാൽ മതി. ആൻസർ എത്ര വരുന്നത്? 64 π എന്ന് വരും. ഓപ്ഷൻ സെക്കൻഡാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? k × tan 45 × sin 60 എന്ന് പറയുന്നത് എത്രയാണ്? cos 60 × cot 30 പറഞ്ഞേക്കുന്നത്. അങ്ങനെ വാല്യൂ ഓഫ് k എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താ? k × sin tan 45 എന്താ? അത് 1 ആണ്. 1 × sin 60 എന്താ? അത് √3/2 ആണ്. = cos 60 എന്താ? cos 60 എന്ന് പറഞ്ഞാൽ 30 എടുത്താൽ മതി. അത് 1/2 ആണ്. ഇൻറ്റു cot 30 എത്ര? എന്താ? 1/√3 ആണ്. 1/√3 അല്ല, വെറും √3 ആണ്. ഇൻറ്റു √3 ആണ്. k × √3/2 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ? 1/2 ഇൻറ്റു √3 ആണ്. √3 കട്ട് ചെയ്ത് പോയി, 2 × കട്ട് ചെയ്ത് പോയി. kയുടെ വാല്യൂ എത്രയാണ്? 1 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പോലീസും തീഫും തമ്മിൽ എത്രയാണ് ദൂരം? ഇത് 288 മീറ്ററാണ്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ ഇവിടെ എത്തി. അയാൾ എത്ര കിലോമീറ്റർ ഓടിയത്? 42 മീറ്റർ ഓടി. തീഫ് അതേസമയം 1 മിനിറ്റ് കൊണ്ട് എത്രയാണ്? 30 മീറ്റർ ഓടി. അങ്ങനെയാണ് എത്ര മിനിറ്റ് കൊണ്ട് ഈ പോലീസുകാരൻ കള്ളനെ പിടിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ പോലീസുകാരൻ 42 മീറ്റർ 1 മിനിറ്റ് കവർ ചെയ്യുമ്പോൾ കള്ളൻ എന്താ 30 മീറ്ററേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പം 1 മിനിറ്റിൽ ഇവർ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 12. ഇത് 1 മിനിറ്റ് കൊണ്ട് 12 മീറ്റർ എക്സ്ട്രാ കവർ ചെയ്യും ആര്? പോലീസുകാരൻ.
അതായത് 1 മിനിറ്റ് കൊണ്ട് 12 മീറ്ററാണ് പോലീസുകാരൻ എക്സ്ട്രാ കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 288 മീറ്റർ കവർ ചെയ്യാൻ എത്ര നേരം എടുക്കും? ഇങ്ങനെ എടുക്കുന്നതിന് ചെറിയൊരു തെറ്റുണ്ട്. കാരണം എന്താ, മീറ്റർ ഇവിടെ, ഇത് മീറ്റർ ഇവിടെ വരുന്നത്. മീറ്റർ രണ്ടും ഒരു സൈഡിൽ വരണം. അങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെയാണ് 12 മീറ്റർ 1 മിനിറ്റ് എന്ന് വരും. അപ്പം 288/12 ചെയ്താൽ മതി. അതെത്രയാണ്? 24 മിനിറ്റ് എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഫസ്റ്റ് 24 ആൻസർ. ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 3 പേരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എത്രയാണ്? 25ആണ്. 3 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 25ആണ്. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് യങ്ങസ്റ്റ് ബോയുടെ ഏജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 3 പേരുടെ ആവറേജ് 25 പറയുമ്പോൾ എത്രയാണ്? സം എത്രയാണ്? 25 × 3 75 വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 5 7 3 10 15 വരും. ഈ 15ൻ്റെ വാല്യൂ ആണ് 75. യങ്ങസ്റ്റ് ആളുടെ എത്രയാണ്? 3ആണ്. 3ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഈ 15 × 5 ചെയ്യുന്നതാണ് 75 വരുന്നത്. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ 5ആണ്. അപ്പം 3 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 3 × 5 ചെയ്യുമ്പോൾ 15 വരും. ഇതാണ് ആൻസർ. 32ാമത്തെ ആൻസർ ഓപ്ഷൻ 4 15. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 2 നമ്പേഴ്സ് ആർ ദ റേഷ്യോ ഓഫ് 12:7 ആണ്. അതിൻ്റെ HCF തന്നിട്ടുണ്ട് 25ആണ്. ഫൈൻഡ് ദ നമ്പർ എന്നാണ് പറഞ്ഞത്. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം എയും ബിയും ആണ് 2 നമ്പർ. അത് 12ഉം 7ഉം ആണെന്ന് റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ കോമൺ ഫാക്ടറാണ് എന്ത്? HCF എന്ന് പറഞ്ഞത്. അതും തന്നിട്ടുണ്ട് 25. അപ്പോൾ ആ നമ്പർ കാണാൻ എന്താ ചെയ്യേണ്ടത്? 2 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 12 25 ചെയ്യുമ്പോൾ എത്രയാണ്? 300 വരും. ഇവിടെ എത്രയാണ്? 25 × 7 എന്ന് പറയുന്നത് 175 വരും. ഇതാണ് ആ 2 നമ്പേഴ്സ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ ഡീലർ സെൽ ഹിസ് ഗുഡ് അറ്റ് 10% ലോസ് ഓൺ ദ കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് 25% ലെസ് വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വാട്ട് ഈസ് ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അപ്പോൾ ഇയാൾക്ക് 10% ലോസാണ് ഉണ്ടാകുന്നത്. 10% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 1/10 എന്ന് എഴുതാൻ പറ്റും. അതായത് 10 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 9 രൂപയ്ക്ക് അയാൾ വിൽക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഓരോ 0 ഇട്ട് കൊടുത്തോളാം. 100 രൂപയുടെ സാധനം 90 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇനി ഇയാൾ ഫാൾസ് വെയിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും 100 രൂപ എന്ന് പറയുമ്പോൾ എത്രയാണ്? 100ൻ്റെ 25% എടുക്കുമ്പോൾ എത്രയാണ്? 25 എന്ന് വരും. 25% വെയിറ്റ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞത്. അപ്പം 25% കുറയ്ക്കുമ്പോൾ 75 രൂപയ്ക്കാണ് 100 രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ 75 രൂപയുടെ സാധനം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാണ് പ്രോഫിറ്റ്? 75 രൂപയുടെ സാധനമാണ് ഇയാൾ 90 രൂപയ്ക്ക് വിൽക്കുന്നത്. 15 ലാഭം എത്രയില്ല? 75 × 100 ചെയ്യുക. 15 × 5 ചെയ്യുമ്പോഴാണ് 100 വരുന്നത്. 1/5ൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര? 20%. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താ? എയും ബിയും കൂടെ ഒരു പ്രൊജക്റ്റ് ചെയ്യുക. ആ പ്രൊജക്റ്റിൻ്റെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് 36,000 രൂപ. എ അലോൺ ക്യാൻ ഡു ദ വർക്ക് ഇൻ 25 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദേ വർക്ക്ഡ് ടുഗദർ ഫോർ 5 ഡേയ്സ്. ഫോർ ദ നെക്സ്റ്റ് 5 ഡേയ്സ് ബി തന്നെ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ബീനെ മാറ്റി എ വന്നു. അങ്ങനെയല്ല. ആഫ്റ്റർ ദാറ്റ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബി ആൻഡ് കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് ഇൻ 15 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ എയുടെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത്? 36,000. ഇവിടെ മൊത്തം വർക്ക് എടുക്കുമ്പോൾ എത്രയാണ്? ആദ്യത്തെ 5 ദിവസം ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തത്. പിന്നത്തെ 5 ദിവസം ബി തന്നെയാണ് വർക്ക് ചെയ്തത്. 5 ദിവസം. പിന്നത്തെ 5 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അരിയായി. ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. 25 ദിവസം പണിയെടുക്കുന്നതിനാണ് എത്രയാണ്? മൊത്തം 36,000 രൂപ കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം പണിയെടുക്കുന്ന എത്രയാണ്? 36,000 / 25 വരും. 3,600 / 25 ചെയ്യുമ്പോൾ എത്രയാണ്? 144 വരും. അപ്പം 36,000 / 25 തരുമ്പോൾ ഒരു 0 എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. 1,400 വരും.
1400 1440 വരും. ചോദിച്ചേക്കുന്നുണ്ട് എയുടെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. എത്ര ദിവസം വർക്ക് ചെയ്തു? അവസാനത്തെ 5 ദിവസം വർക്ക് ചെയ്തു, ആദ്യത്തെ 5 ദിവസം വർക്ക് ചെയ്തു, മൊത്തം 10 ദിവസം വർക്ക് ചെയ്തു. ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? 1440 രൂപ. അങ്ങനെ 10 ദിവസം വർക്ക് ചെയ്തെങ്കിൽ എത്രയാണ്? 14,400 രൂപയാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ്. ഇത് എഫിഷ്യൻസി വെച്ച് കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കുറേ സംഭവം അൺനോണാണ്. എഫിഷ്യൻസി വെച്ച് ചെയ്യുവാണെങ്കിൽ അവസാനം ഇത്രയും പാർട്ടിലെ നമുക്ക് മൊത്തം വർക്ക് എത്രയാണെന്ന് കാണാൻ പറ്റും. കാരണം എത്രയാണ്? ഒരു മൊത്തം ജോലി 25 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 1/25 ജോലി തീർക്കും. അത് ഇൻറ്റു 5 ചെയ്താൽ എന്താണ്? അവസാനത്തെ 5 ദിവസം ചെയ്ത വർക്ക് കിട്ടും. അത് എത്രയാണ്? 1/5 എന്ന് കിട്ടും, അല്ലെങ്കിൽ 0.02. ബാക്കിയെല്ലാം അൺനോണാണ്. അല്ല, ഒരു മിനിറ്റ്. അവസാനത്തെ പാർട്ട് തന്നെ ചെയ്യുന്നത് 1/5 ആണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടും എന്ത് തന്നെയാണ്? 1/5 തന്നെയാണ്. അപ്പോൾ 1/5 + 1/5 ചെയ്യുമ്പോൾ എത്രയാണ്? 10/5 വരും. 5 അല്ല, 2/5 വരും. അയാൾക്ക് കിട്ടേണ്ട പേയ്മെൻറ്റ് എത്ര? 2/5 36,000. 2/5 ഇത് എത്ര? 33,600 ഡിവൈഡ് ഇത് ചെയ്യുമ്പോൾ എത്രയായി? 160 ഡിവൈഡ് 5 ചെയ്യുമ്പോൾ എത്രയാണ്? 72 വരും. 2 0 കൂടി ഇട്ട് കൊടുത്തോളാം. അപ്പോൾ 7,200 ഇരട്ടി വരും. അത് എത്രയാണ്? അത് 14,400 വരും. 14,400 വരും. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതും ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇയാൾക്ക് 5 ദിവസത്തെ ആവറേജ് എന്ന് പറഞ്ഞ് കിട്ടുന്ന 6,050 രൂപ. അതായത് 6,050 × 5 ചെയ്യുന്നതാണ് ഇയാളുടെ 5 ദിവസത്തെ ആവറേജ്. അപ്പോൾ ഇത് ചെയ്യുമ്പം 5 ദിവസത്തെ സം കിട്ടും. ഇത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുന്നത്? 6,000 × 5,000 ചെയ്യുമ്പോൾ 30,000 കിട്ടും. അതിൻ്റെ കൂടെ എത്രയാണ്? 50 × 5 ചെയ്യുമ്പം 250 കൂടെ കൂട്ടിയാൽ മതി. 3,250 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. 30,250 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. മറ്റേതെല്ലാം കൂട്ടി നോക്കുമ്പോൾ എത്രയാണ്? 5,445, 5,937, 5,865, 6,562 വരും. ഇതെല്ലാം കൂടെ കൂട്ടണം. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ എത്രയാണ്? 5 5 10, 17, 17 2 19 വരും. 9 1 12 15 20 വരും. 8 2 10, 14 14 5 19 28 വരും. 5 3 15 17 17 6 എത്രയാണ്? 23 വരും. 23 804. പിന്നെ ഇതിനകത്ത് നമുക്ക് മൈനസ് ചെയ്ത് വിട്ടാൽ മതി. 3,250 മൈനസ് ചെയ്ത് വിട്ടാൽ മതി. 30,250 മൈനസ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര? 6,446. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഈ 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കമ്പനി പിയിലെ മെയിൽ എംപ്ലോയീസും കമ്പനി ആറിലെ മെയിൽ എംപ്ലോയീസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ചോദിച്ചു. അപ്പോൾ കമ്പനി പിയിലെ മെയിൽ എംപ്ലോയീസ് കാണാൻ എന്താണ്? 4,560 2,210 കുറയ്ക്കണം. അപ്പം 2,210 3,210 4,210 ചെയ്യുമ്പോൾ 2,000 വരും. 2,000 പ്ലസ് 4,210 4,310 4,410 4,510 300 പിന്നെന്താ 4,510 50 കൂടെ കൂട്ടിയാൽ 60 വരുത്തുള്ളൂ. അപ്പം 2,350 പിയിലെ മൊത്തം 2,350 പിയിലെ മൊത്തം മെയിൽ എംപ്ലോയീസിൻ്റെ എണ്ണം. ആറിലെ എടുക്കണം. 3,052 1,280 കുറയ്ക്കണം. 1,280 1000 കൂടെ കൂട്ടിയാൽ എത്ര? 2,250 വരും. അപ്പോൾ 1000 പ്ലസ് 720 കൂടെ കൂട്ടിയാൽ എത്ര? 3,000 വരും. പ്ലസ് 52.
അപ്പോൾ 1772 വരും. ഇനി ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി. ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 578 എന്ന് വരും. രണ്ടാമത്തെ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്ന? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് അഡിക്റ്റഡ് മെയിൽ ഇൻ ചെന്നൈ എന്ന് ചോദിച്ചേക്കും. അപ്പം മൊത്തം എത്രയാണ്? 11 9 കൂടെ കൂട്ടി എത്രയാണ്? 19. 19ൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത്. എത്രയാണ്? ഇത്രയൊന്നും. മെയിലിൻ്റെ എത്രയാണ്? 11 എന്ന് വരുന്നത്. 11ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 1ൻ്റെ വാല്യൂ എത്ര? ഒരബദ്ധ പറ്റി. പിന്നെ 11 9 കൂടെ കൂട്ടി എത്രയാണ്? 20 ആണ്. 20ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 2 ലക്ഷം എന്നുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1000. അപ്പം ഇത് ഇൻറ്റു 10,000 ചെയ്താൽ മതി. എത്രയാണ്? 1,10,000 എന്ന് വരും. അതാണ് ആൻസർ. ഓപ്ഷൻ 1. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ ഒരു കമ്പനി ബോക്സ് മാനുഫാക്ചർ ചെയ്ത് റേഷ്യോ ആണ് തന്നേക്കുന്നത്. പ്ലാസ്റ്റിക്, വുഡ്, ഗ്ലാസ് 2:3:5 ആണ് അവരുടെ പ്രൊഡക്ഷൻ്റെ റേഷ്യോ. അപ്പോൾ അത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് വുഡ് ആൻഡ് ഗ്ലാസ് ബോക്സ് എന്ന് പറയുന്നത് 144. ഇഫ് ദ നമ്പർ ഓഫ് ദ പ്ലാസ്റ്റിക് ബോക്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, ദെൻ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ബോക്സ് നൗ എന്ന് ചോദിച്ചേക്കും. ആദ്യം 2:3:5 ആണ് തന്നേക്കുന്നത്. അതുപോലെ ഇത് വുഡും ഇത് ഗ്ലാസ്സുമാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് തന്നേക്കുന്നത് 144 എന്നുള്ളത്. അതായത് എത്ര? 2 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 144. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 72 എന്ന് വരും. അപ്പോൾ നേരത്തെ പ്ലാസ്റ്റിക് ബോക്സ് എത്ര ഉണ്ടായിരുന്നു? 2 യൂണിറ്റ് ഉണ്ടായിരുന്നു. 2 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 144 ഉണ്ടായിരുന്നു. 25% കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 144 ഇൻറ്റു 5/4 ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1/4ൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര? 25%. അങ്ങനെയാണ് 4/4ൻ്റെ വാല്യൂ എത്ര? 1 വരും. അതായത് 100%. അപ്പം 125%ൻ്റെ വാല്യൂ എത്രയാണ്? 5/4 ചെയ്താൽ മതി. അപ്പം 125%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 4 3s are 12 വരും. 2 റിമൈൻഡർ 4 5s are 20 4 6s are 24 വരും. 36 × 5 ചെയ്താൽ മതി. അഥവാ 360 ഡിവൈഡഡ് ബൈ 2. 160ൻ്റെ പകുതി എത്രയാണ്? 180 ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 1/5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഔട്ട് ഓഫ് 100 അപ്പം ഡിവൈഡ് ബൈ 100 വരും. അപ്പം എന്താണ് ഇത്? മൊത്തം തിരിഞ്ഞ് കയറി റെസിപ്രോക്കലായിട്ട് 1/100 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 1/500 എന്ന് വരും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നുമില്ല, 20% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ വില എത്രയാണ്? 9080 അങ്ങനെ മാർക്കറ്റ് പ്രൈസ് 100% എത്രയാണെന്ന് ചോദിച്ചെങ്കിൽ, അതായത് 80%ൻ്റെ വാല്യൂ ആണ് 9080. 100%ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാർക്ക് പ്രൈസായി. 100%ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഡിവൈഡ് ചെയ്ത് നോക്കിയോളാം. 8 8 പോവും, റിമൈൻഡർ 1 വരും. പിന്നെ 10 ആവാൻ വേണ്ടി പിന്നെ 8 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 8 വരും, റിമൈൻഡർ 2 വന്നു. 8 3s are 24 വരും. റിമൈൻഡർ 4 വന്നു. അപ്പം 4 ഇനി പോവില്ല. അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 4 ഇട്ട് കൊടുത്തോളാം. എന്താ 8 5 40 വരും. അപ്പോൾ 13.5 ആണ് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ. 100 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഇത്രയും വരും. 100 യൂണിറ്റ് ഒരു 0 കൂടെ വരും. കാരണം ഇവിടെയല്ല വന്നത്, 2 പോയിൻ്റ് മാറ്റി കുത്തുമ്പോൾ 1350 വരും. ഇതാണ് ഓപ്ഷൻ സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻ എന്താ? ഈ പുള്ളിക്കാരി ഒരു ഇലക്ട്രോണിക് കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചു. എത്രയാണ്? 4400 രൂപയായി. പക്ഷേ അവരുടെ ആയിട്ട് എന്താണ്, അത് മൊത്തം കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താ 2000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടച്ചു. പിന്നെ ഒരു മാസം കൊണ്ട് 4400 രൂപ അടച്ചോളാമെന്ന് പറഞ്ഞു. 2440 രൂപ അടച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫൈൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബീങ് ചാർജ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ ദ ഷോപ്പ് കീപ്പർ ഇൻ ദ ഇൻസ്റ്റാൾമെൻറ്റ് പോയിന്റ് എന്നാണ് പറഞ്ഞത്. അപ്പം മൊത്തം 4400 രൂപയുടെ സാധനം വാങ്ങിച്ചു. അതിനകത്ത് ആദ്യം തന്നെ എത്ര 2000 രൂപ കൊടുക്കുകയും ചെയ്തു. ബാക്കി എത്രയാണ്?
2400 ഉള്ളൂ. എനിക്ക് ആക്കി 2400 കൊടുത്താൽ മതി. പക്ഷേ എന്താണ് 2440 രൂപ വാങ്ങുന്നുണ്ട്. 40 രൂപ എക്സ്ട്രാ എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ 40 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് 2400 പ്രിൻസിപ്പളിൽ 40 രൂപ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് ചോദിച്ചത്. വേറെ അബദ്ധം കാണിക്കുന്നതാണ് 4400 പ്രിൻസിപ്പളായിട്ട് എടുക്കും. അതെടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, കടമായിട്ട് വാങ്ങുന്നത് 2400 വാങ്ങുന്നുള്ളൂ. കാരണം 2000 രൂപ അവിടെ പുള്ളി രൊക്കമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാത്ത പൈസ 2400 കടമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് 2400 പ്രിൻസിപ്പൾ. അതായത് 40 ഇൻട്രസ്റ്റ് കിട്ടും. 2400 ഇൻറ്റു 1/12 ഇൻറ്റു 6/100 ഈക്വൽ ടു 40 വരും. ഇനി 6 കണ്ടുപിടിച്ചാൽ മതി. ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. 2R എന്ന് പറയുന്നത് 40 വരും. 6 എന്ന് പറയുന്നത് 40/2 എന്ന് പറഞ്ഞാൽ 20 വരും. 20% കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 43ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, PQR ഒരു ട്രയാങ്കിൾ ആണെന്നുണ്ട്. ബൈസെക്ടർ ഓഫ് ദ ഇന്റേണൽ ആംഗിൾ Q ആൻഡ് എക്സ്റ്റേണൽ ആംഗിൾ R എന്ന് പറയും. ഇൻ്റർസെക്റ്റ് അറ്റ് S എന്ന് പറയും. അപ്പോൾ വരയ്ക്കാം നമുക്ക് ആദ്യം. ഇവിടെ ഒരു ട്രയാങ്കിൾ എന്താ, PQR. ബൈസെക്ടർ ഓഫ് ആംഗിൾ Q, അതായത് ബൈസെക്ടർ ഓഫ് ഇന്റേണൽ ആംഗിൾ Q എന്ന് പറയുന്നു. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ബൈസെക്ടർ ഓഫ് ആംഗിൾ R, ഇതിൻ്റെ ബൈസെക്ടർ മീറ്റ് അറ്റ് S എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ QSR എന്ന് പറഞ്ഞ് തന്നെങ്കിൽ എത്രയാണ്, 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇത് 40 ആണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന ആംഗിൾ P എത്രയാണെന്ന് ചോദിച്ചു. ഇവിടെ എന്താ, ഇത് എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ തിയറം. ട്രയാങ്കിളിലെ ഇന്റേണൽ ആംഗിളും എക്സ്റ്റേണൽ ആംഗിളും ഒരു സ്ഥലത്ത് പോയി ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ തേർഡ് സൈഡിൻ്റെ ഇത് തീറ്റയാണെങ്കിൽ ഇത് θ/2 ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം 40 ഇരട്ടി എടുത്താൽ മതി. 80 ആൻസർ. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ഇവിടെ എന്താ, x⁴ പ്ലസ് y⁴ എന്ന് പറഞ്ഞ് തന്നേ 4 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്, x² y² എന്ന് തന്നേക്കുന്നത്. ഈ x² y² ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്താ സംഭവിക്കുന്നത്, മൈനസ് ആവും, ഈക്വൽ ടു 0 ആവും. ഇനി ഇവിടെ x⁶ പ്ലസ് y⁶ ഞാൻ എങ്ങനെ എഴുതുന്നത്, x² പ്ലസ് y². എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ. ഇനി x² പ്ലസ് y² ദ ഹോൾ ക്യൂബിനെ ഞാൻ x³ പ്ലസ് y³ വെച്ച് എക്സ്പാൻഡ് ചെയ്യുവാണ് എന്താ സംഭവിക്കുക. അതായത് a³ പ്ലസ് b³ എങ്ങനെ എഴുതാൻ പറ്റുന്നത്, a പ്ലസ് b ഇൻറ്റു a² മൈനസ് ab പ്ലസ് b². എക്ക് പകരം x² ബിക്ക് പകരം y² കൊടുക്കുക. അപ്പം a² പ്ലസ് b² ഇൻറ്റു a²⁴ വരും. അപ്പോൾ a⁴ മൈനസ് a² b² പ്ലസ് b⁴ വരും. ഞാനെന്താ താഴെ കാണിച്ചേക്കുന്നതിൻ്റെ മുകളിൽ എഴുതി വെച്ച്, അതായത് x² പ്ലസ് y² ഇൻറ്റു x²⁴ എത്ര, x⁴ വരും, മൈനസ് x² y² മൈനസ് y⁴ വരും. അപ്പം ഇതിൻ്റെ വാല്യൂ എനിക്കറിയാം. ഇതിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്, 0 എന്നാണ്. അപ്പോൾ ഇത് ഫുള്ള് എന്താണ്, 0 ആയി പോകും. 0 ഇൻറ്റു എന്ത് ചെയ്താലും എന്താ 0 തന്നെ വരത്തുള്ളൂ. ആൻസർ 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ ബി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 1034 ഗേൾസ് ഉണ്ട്. 1034 ഗേൾസ് അല്ല, 846 ഗേൾസേ ഉള്ളൂ. 846 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര, 1880 ഇൻറ്റു 100 ചെയ്താൽ മതി. 0 കട്ടി പോയി. 188 ഇൻറ്റു 5 ചെയ്യാൻ നേരത്തെ എത്ര, 1880 ഡിവൈഡ് ബൈ 2 വരും. അത് എത്രയാണ്, 940 വരും.
അപ്പോൾ 5 വരത്തില്ല, 4 സംതിങ് വരത്തുള്ളൂ മനസ്സിലായി. അതായത് 4 പോയിൻറ്റ് സംതിങ് വരുള്ളൂ മനസ്സിലായി. ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ 4.1 ഉള്ളൂ. ഇവിടെ എന്തായാലും 4 പോയിൻറ്റ് വരും, ഇൻറ്റു ഒരു 10 കൂടെ വരും. അപ്പോൾ എത്രയാണ്? 40 സംതിങ് വരത്തുള്ളൂ. അതാണ് ഓപ്ഷൻ 2 വരണേ ഉള്ളൂ. അപ്പോൾ അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു സർക്കിളുണ്ട്. സർക്കിളിൽ 4 പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. EFGH. ഇതെന്താ ഇതിനകത്ത് FGHൻ്റെ വാല്യൂ വന്നേക്കുന്നത്. ഇതിൻ്റെ വാല്യൂ എത്ര വന്നേക്കുന്നത്? 57 എന്ന് വന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് HCFൻ്റെ വാല്യൂ ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്താ? ഈസി ആയിട്ട് പറയാൻ പറ്റും. 123 വരുന്നത്. കാരണം എന്താ? സൈക്ലിക് ഓർഡിനറിലെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മേൺ എന്തായിരിക്കും? 150 ആയിരിക്കും. 57ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 180 വരുന്നത്? 57ൻ്റെ കൂടെ 100 കൂട്ടിയ 157 ആയി. അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയ 160 ആയി. അതിൻ്റെ കൂടെ 20 കൂടെ കൂട്ടിയ 180 ആയി. അപ്പം 123 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്ക്വയർ റൂട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് 1/4 റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ എത്രയാണ്? 1/2 ആവും. 1/9 റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ 1/3 ആവും. 1/25 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 1/5 ആവും. 1/14 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 1/7 ആവും. അവസാനം ഡിവൈഡ് ബൈ അല്ലേ? ഡിവൈഡ് ബൈ 36 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 6 ആവും. 121 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 11 ആവും. ബോട്ട് മാസ് റൂൾ വെച്ച് എന്താ? ആദ്യം ഡിവൈഡ് ചെയ്യണം. ഇവിടെ 1/7/6/11 വരുമ്പോൾ എത്രയാണ്? ഇൻറ്റു 11/6 ആവും. റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ആകുമ്പോൾ ഇൻറ്റു 11/6 ആവും. ഇനി എന്താ? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. അതായത് ഇവിടെ 3 2s are 6, 6 by 30, 30 into 7 വരുമ്പോൾ 210 ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്രയാണ്? 1260 എന്ന് വരും. മുകളിൽ എന്താ? മുകളിൽ 11 തന്നെ. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ സ്പിയറിൻ്റെ സർഫസ് ഏരിയ 4πr² ആണെങ്കിൽ ഹെമിസ്ഫിയറിന് എത്രയാണ്? 2πr² ആണ്. അപ്പോൾ ആദ്യം ഇനിഷ്യൽ എത്രയായിരുന്നു? 2 ഇൻറ്റു 22/7 ഇൻറ്റു 4² ആയിരുന്നു. അത് ഈസ് 2 ഇൻറ്റു 22/7 ഇൻറ്റു എത്രയായി? 7² ആയി. ഇപ്പോൾ ഇവിടെ 44 ഇൻറ്റു 16 വരും. 7 ഉണ്ട് കേട്ടോ. ഈസ്റ്റ് 7 കട്ട് ചെയ്ത് പോയി. 2 ഇൻറ്റു 22 ഇൻറ്റു 7 വരും. ഇത് ഇൻറ്റു ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. അതായത് 2 ഇൻറ്റു 22/7 ഇൻറ്റു 60 ഈസ്റ്റ് 2 ഇൻറ്റു 22/7. അതായത് 7 കട്ട് ചെയ്ത് പോയി. 7 ഉള്ളൂ. ഇവിടെ 22 2 കെട്ടിപ്പോയി. ഈ 7 അങ്ങോട്ട് പോയപ്പം എന്താണ്? 16:49 വന്നു. 16:49 ആണ് ആൻസർ. ഇതെന്താ? ഇത് ഫൈനലാണ്, ഇത് ഇനീഷ്യലാണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന ന്യൂ ബലൂൺ ടു ഒറിജിനലാണ്. അപ്പം ഇതെടുത്ത് തിരിച്ചിട്ടാൽ മതി. 49:16 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൽ ഏത് ബാറ്ററിക്കാണ് കഴിഞ്ഞ 7 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് എന്നാണ് ചോദിച്ചേക്കുന്നത്? എല്ലാത്തിൻ്റെ സമ്മ് താഴോട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ കോളം എടുക്കുമ്പോൾ എത്രയാണ്? 100ൻ്റെ മുകളിലുള്ള സാധനം മാത്രം കൂട്ടി നോക്കുമ്പോൾ തന്നെ ഇത് 115, 220, 325, 425, 125, 80 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 505 വരും. പിന്നെ ബാക്കി ഏതൊക്കെയാണ്? 75 പോകുമ്പോൾ 580 വരും. 670 വരും. ഇവിടെ 32 വെച്ച് കൂട്ടി നോക്കുമ്പോൾ എന്താ? ഇതെല്ലാം 100ന് മുകളിലാണ്. 100, 200, 300, 400, 500, 600. ഇടയ്ക്കത്തെ ഇതെല്ലാം കൂട്ടാറുണ്ട്. 650, 715 അതെല്ലാം വരും. 35 വെച്ച് കൂട്ടുമ്പോൾ എത്രയാണ്? 200, 200, 300 വരുന്നുള്ളൂ. ഇതെന്തായാലും വരത്തില്ല. ഇവിടെ 55 വെച്ച് നോക്കാം. 100, 200, 300, 400, 500 വരുന്നുണ്ട്. ഈ 45, 35 കൂടെ കൂട്ടുമ്പോൾ എത്ര? 580,
550 100 680 670 വരും. ഇത് 670 റേഞ്ചിലാണ് വരുന്നത്. ഇവിടെ 32H ചുമ്മാ കൂട്ടി നോക്കിയപ്പോൾ തന്നെ എന്താണ് 700 750 മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആൻസർ 32H ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ക്ലാസ് ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ദ ഓൾ സ്കൂൾസ് ടുഗദർ എന്നാണ് പറയുന്നത്. ഇവിടെ ടോട്ടൽ നോക്കിയാൽ പോലെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഏതാ, 917, 924, 904, 919. 924 വരുന്നത്. അപ്പം 4ാം ക്ലാസ് അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്. വിച്ച് ക്ലാസ് ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ദ ഹോൾ സ്കൂൾസ് ടുഗദർ എന്നാണ്. പിന് 160, ക്യൂവിന് 166 ടോട്ടൽ. ഓക്കെ, അപ്പം ഇതിന് ടോട്ടൽ അങ്ങ് എടുത്താൽ മതി. ഈ ടോട്ടൽ കോണം മാത്രം നോക്കിയാൽ മതി. 924 വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അതായത് 4ാം ക്ലാസ് 4ാം തീയതിയിലത്തെ ഷിഫ്റ്റ് 1 ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു.